കേരളത്തിലത് നരേന്ദ്രമോദിയും സംഘവുമാണ്. അവരവരുടെ നയങ്ങളിൽ നിന്ന് പിൻവാങ്ങിപ്പോകും എന്ന് നമ്മൾ സ്വപ്നം കാണുന്നില്ല. അവരവരുടെ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് 15 മുതൽ ഈ 7-8 പതിറ്റാണ്ടോളം കാലം ഈ രാജ്യം കടന്നു വന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ പുതിയ വഴിവെട്ടി ഈ രാജ്യം കടന്നു വന്നപ്പോ 1990 മുതൽ ഈ രാജ്യം പിന്തിരിഞ്ഞു നടന്നൊരു വഴിയുമുണ്ട്. അങ്ങനെ ഇപ്പോ 2024 നമ്മുടെ രാജ്യം എത്തി നിൽക്കുമ്പോ ഏതാണ് നമ്മുടെ രാജ്യം എന്നൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ നിന്നല്ലാതെ മറ്റൊരു വേദിയിൽ നിന്ന് നമ്മൾ കേൾക്കില്ല. പ്രിയപ്പെട്ടവരെ, ഉണ്ണാനില്ലാത്തവർ, ഉടുക്കാനില്ലാത്തവർ, അക്ഷരം എഴുതാൻ അറിയാത്തവർ, കയറി കിടക്കാൻ ഇടമില്ലാത്തവർ, ലക്ഷക്കണക്കിന് മനുഷ്യൻ ജീവിക്കുന്ന നാടിന്റെ പേരാണ് ഇന്ത്യ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ 90%-ലധികം മനുഷ്യൻ കൃഷി ഉപജീവനത്തിന് വേണ്ടി മാർഗമായി കണക്കാക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തിനിടയിൽ 10 ലക്ഷത്തിലധികം കൃഷിക്കാരൻ ഒരു കുപ്പി വിഷത്തിലും ഒരു തുണ്ട് കയറിലും ജീവനൊടുക്കി പോയതെന്ന് യാഥാർത്ഥ്യം നമ്മളല്ലാതെ ഈ രാജ്യത്താരും പറയില്ല. ലോകത്തിന്റെ ചുവന്ന തെരുവുകളിൽ മക്കളെ പോറ്റാൻ ഉടുതുണിയടിച്ച് ശരീരം നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിച്ചു പോകുന്ന രാജ്യമായി 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന ആധുനിക ഇന്ത്യ എന്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന ചോദ്യം ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നല്ലാതെ ഈ ലോകം കേൾക്കില്ല. സ്വന്തമായി പേരെഴുതാൻ അറിയാത്ത, സ്വന്തം നാടിന്റെ പേരൊന്ന് വായിക്കാൻ അറിയാത്ത, സൂക്ഷിത്താൽ വിളക്ക് കത്തുന്ന സാധനത്തിന്റെ പേരാണ് ഈ കരണ്ടെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാതെ മരിച്ചു മണ്ണടിയുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ ജീവിക്കുന്ന ആധുനിക ലോകത്തെ രാജ്യമേത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ത്യയാണെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ നിന്നല്ലാതെ ഈ ലോകം കേൾക്കില്ല. അങ്ങനെ എത്രമാത്രം സാമ്പത്തിക അസമത്വത്തിന്റെ നാടായി ഇന്ത്യയിലെ 140 കോടി മനുഷ്യന്റെ ആകെ വരുമാനത്തിന്റെ 30%, 100% കോടീശ്വര കുടുംബങ്ങൾ കൈയടക്കി വെക്കുന്ന നാടായി നമ്മുടെ നാട് മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊതുവായതെല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ മതനിരപേക്ഷ സ്വഭാവം തകർന്നു. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പൗരബോധവും പ്രിയപ്പെട്ടവരെ പൗരാവകാശങ്ങളും ഈ രാജ്യത്തില്ലാതായി. ഫെഡറൽ സംവിധാനം തച്ചു തകർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൊതുമേഖലാ സംവിധാനങ്ങൾ വിറ്റു തുലയ്ക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യത്ത് ലോകത്ത് സ്വന്തമായി വിമാന സർവീസ് ഇല്ലാത്ത നാടായി ഈ രാജ്യത്തെ മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ അസംഘടിത മേഖലയിൽ നിന്ന് സംഘടിത മേഖലയിൽ നിന്ന് തൊഴിലില്ലാ പടയിലേക്ക് ആളുകൾ പോവുകയാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ നായകനായ ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെ അപ്രഖ്യാപിത നിയമന നിരോധനം ഏർപ്പെടുത്തുകയാണ്. നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ, നമ്മുടെ റെയിൽവേയുടെ ഭൂമി, നമ്മുടെ തീവണ്ടികൾ പാട്ടത്തിൽ കൊടുക്കുകയാണ്, വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന് കേട്ടാൽ സ്വന്തമുള്ള മുദ്രാവാക്യം ഈ നാടിന് മുന്നിൽ ഈ സംഘപരിവാരം അവതരിപ്പിക്കുകയാണ്. ഒരു ജാതി, പ്രിയപ്പെട്ട ഒരു രാജ്യം, ഒരു മതമെന്ന്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന്, ഒരു രാജ്യം ഒരു ഭാഷയെന്ന് ഈ നാടിന്റെ വൈവിധ്യങ്ങളുടെ, ഈ നാടിന്റെ വൈജാത്യങ്ങളുടെ സമ്പന്നമായ സംസ്കാര ഭൂമികയായ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന നിലപാടുകൾ ഈ രാജ്യം ഭരിക്കുന്നവർ സദാസമയവും നമ്മുടെ രാജ്യത്ത് തുടരുകയാണ്. ഇതിനെല്ലാം എതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാൻ ആരുണ്ട് ഈ ഭൂമുഖത്ത് എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരായി സംഘപരിവാരം ഒരു ഭാഗത്തുണ്ട്, വലതുപക്ഷം മറുഭാഗത്തുണ്ട്, മാധ്യമ പുങ്കവന്മാർ മറുഭാഗത്തുണ്ട്. എല്ലാവരും നമ്മളെ എതിർക്കുകയാണ്. അങ്ങനെ എതിർക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അതിന്റെ ഒരു ഭാഗത്ത് പ്രിയപ്പെട്ടവരെ അചഞ്ചലമായി നമ്മുടെ പ്രസ്ഥാനമുണ്ട്. അതേത് പ്രശ്നമായാലും, കാശ്മീരിന്റെ പ്രശ്നം വന്നപ്പോ ഈ പ്രസ്ഥാനം അവിടെയുണ്ട്. മുത്തലാഖിന്റെ പ്രശ്നം വന്നപ്പോ ഈ പ്രസ്ഥാനം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പൗരത്വത്തിന്റെ പ്രശ്നം വന്നപ്പോ ഈ നാടിന്റെ തെരുവിൽ സമരാക്കിനിയായി ഈ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം അപകടപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും ഈ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. വടക്കേ ഇന്ത്യയുടെ തെരുവുകളിൽ പ്രിയപ്പെട്ടവർ അന്യമതത്തിൽപ്പെട്ടവരുടെ സ്ഥാപനങ്ങൾ, കടകൾ, ആരാധനാലയങ്ങൾ, വീടുകളെല്ലാം ഫുൾഡോസർ ഉപയോഗിച്ച് നിരത്താൻ വന്നപ്പോ ആ ഫുൾഡോസറിന്റെ മുന്നിൽ ഇങ്ങനെ പിരിമാറ് കാട്ടി നിൽക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് ഉണ്ടായത്. ഈ നാടിന്റെ ചരിത്രം അതാണ്, ഈ നാടിന്റെ ഓർമ്മയതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഈ പ്രസ്ഥാനത്തിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. എത്രയോ അനുഭവങ്ങൾ ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. കാശ്മീരിന്റെ പ്രശ്നം നമുക്കറിയാം. അർദ്ധരാത്രിയിൽ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞു, നാളെ മുതൽ കാശ്മീർ സംസ്ഥാനമല്ല. പ്രിയപ്പെട്ടവർ, ആരാണ് നിലപാട് സ്വീകരിച്ചത്? ഒറ്റ രാത്രി കൊണ്ട് ആധുനിക ഇന്ത്യയുടെ
ജനാധിപത്യത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തി കാശ്മീരിൽ ഒരു സംസ്ഥാനമല്ല എന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞപ്പോ വീട്ടുതടങ്കലിലെ മനുഷ്യനെ മോചിപ്പിക്കാൻ അവിടെ ഇടപെടൽ നടത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു. ഇന്റർനെറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ടു, പള്ളിക്കൂടങ്ങൾ അടഞ്ഞു കിടന്നു, കടകമ്പോളങ്ങൾ അടഞ്ഞു, ഉൽപാദന മേഖല നിലച്ചു. ആധുനിക ലോകത്ത് പ്രിയപ്പെട്ടവരെ അധികാരത്തിന്റെ അഹങ്കാരത്തിന് മുന്നിൽ പകച്ചുപോയ ഒരു ജനതയെ നമ്മൾ കണ്ടു. ആരാണ് അവിടെ ഇടപെട്ടത് നമുക്കറിയാം. രണ്ട് രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് പോയി. അവിടെ ഇറങ്ങാൻ അനുവദിക്കാതെ പട്ടാളം തിരിച്ചു വിട്ടു. ഒരു ചങ്ങാതിയെ വിളക്കാൻ ഉണ്ട പരിഗണിക്കാൻ പോയതെന്ന് ഈ നാട്ടിൽ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അന്വേഷിക്കണം. ഈ പാർട്ടിയുടെ നേതാവ് സഖാവ് സീതാറാം യെച്ചൂരി തിരിച്ചു പോന്നു വീണ്ടും കോടതിയിൽ പോയി വിധി സമ്പാദിച്ച് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുള്ള കാശ്മീരിൽ നിന്ന് വീട്ടുതടങ്കലിൽ കഴിയുന്ന ഒരു മനുഷ്യനെ മോചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കൊണ്ടുവന്നു. പത്രക്കാരെ മുന്നിൽ നിർത്തി ഈ ലോകത്തോട് ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ നാടിന്റെ അവസ്ഥ ഇതാണെന്ന്. അങ്ങനെ പറയിപ്പിക്കാൻ സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാവിയെ കാശ്മീരിൽ നിന്ന് മോചിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സിപിഐഎം. അനുഭവങ്ങൾ എത്രയുണ്ട്. മുസാഫർ നഗർ നമുക്ക് ഓർമ്മയുണ്ട്. രണ്ടു കുട്ടികൾ പന്ത് കളിച്ചുണ്ടായ ഒരു കലഹം വർഗീയ ലഹളയായി മാറുന്ന ഉറ്റവരും ഉടയവരെയും നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം കിടപ്പാടം ഉപേക്ഷിച്ചോടിപ്പോയ മനുഷ്യന് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് അന്തി ഉറങ്ങാൻ ഒരു നാട്ടിൻ പുറത്തേക്ക് ഏകതാ നഗർന്ന് ബോർഡ് വെക്കാൻ ഒരുമിച്ച് കഴിയാൻ വീടുണ്ടാക്കാൻ ഈ കാട്ടാക്കടയിലും അരുവിക്കരയിലും തിരുവനന്തപുരത്തും നാടിന്റെ നാട്ടിടപടികളിൽ ഞാനും നിങ്ങളും ബക്കറ്റെടുത്ത് പണം സമാഹരിച്ച് ഏകതാ നഗർന്ന് ബോർഡ് എഴുതി ഹിന്ദുവിനെയും മുസൽമാനെയും മുസാഫർ നഗറിന്റെ മണ്ണിൽ ഒരുമിച്ച് അന്തി ഉറങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരും സിപിഐഎം എന്നാണ്. ഈ നാട് അപകടപ്പെട്ടപ്പോഴെല്ലാം ഈ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഇനിയും എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 3000-ലധികം മുസ്ലിം നാമധാരികളായ മനുഷ്യരെ ഗുജറാത്തിന്റെ മണ്ണിൽ സംഘപരിവാരം കൊന്നു തള്ളിയപ്പോ പ്രിയപ്പെട്ടവരെ പെറ്റുവീണ മണ്ണിൽ നിന്ന് ജീവനം കൊണ്ടോടി ഛത്രപതി റെയിൽവേ ടെർമിനലിൽ മുംബൈയിൽ വന്നിറങ്ങുമ്പോ തൃശൂലം കൊണ്ട് ശിവസേനക്കാരനെ ആക്രമിക്കാൻ വന്നപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ തൊഴിലയോടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ലാതെ ചോരയിട്ട് വീഴുന്ന ഒരു പത്രക്കട്ടിങ് ഞാനും നിങ്ങളും കണ്ടു. ഈ ലോകം കണ്ടു. 35 കൊല്ലം ചെങ്കൊടി പ്രസ്ഥാനം ഭരിച്ചു ബംഗാളിൽ നിങ്ങൾ എന്തു നേടി എന്നുള്ള മറ്റേ ചോദ്യം ചോദിക്കുന്ന ഏരണം കെട്ട മനുഷ്യരെ മനസ്സിലാക്കിക്കോ. ഈ കേരളത്തിൽ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ ഭരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ആ മനുഷ്യന്റെ പേരിൽ ലീഗ് വളർന്നു കാണും. സുഡാപ്പിക്ക് ഓർമ്മയുണ്ടാകില്ല, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഖുത്ബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു സംരക്ഷിച്ചത് അന്ന് ചെങ്കൊടി പാറുന്ന ബംഗാളിന്റെ മണ്ണിലാണ്. സിപിഐഎം ആണ്, മറന്നു പോകരുത്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് ഇന്ത്യ രാജ്യം അതിന്റെ സമ്പന്നമായ എല്ലാ പൈതൃകങ്ങളെയും തകർക്കാൻ രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ബദൽ തീർക്കുന്ന ഒരു നാടുണ്ട്. വർഗീയതയ്ക്കെതിരായി മനുഷ്യപക്ഷത്ത് നിലയുറപ്പിക്കുന്ന ഒരു നാട്. പൊതുമേഖല വിറ്റുതുലക്കാൻ പ്രത്യേക മന്ത്രാലയവുമായി ഈ നാടിനെ മുറിച്ചു നിൽക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾ കടന്നു വരുമ്പോ അരുതെന്ന് പറയാൻ, പൊതുമേഖല നാടിന്റെ ജീവനാണെന്ന് പറയാൻ ബദൽ തീർക്കുന്ന ഒരു നാടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്രഖ്യാപിത നിയമന നിരോധനത്തിലുള്ള ഇന്ത്യയിലെ തൊഴിലിന്റെ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് കാർത്തിച്ചു തുപ്പുക്കുന്ന നിലപാടുമായി ഇന്ത്യൻ ഭരണാധികാരികൾ കടന്നു വരുമ്പോ അവർക്ക് മുന്നിൽ ഒരു വെള്ളിയായി ശോഭയായി ഈ കേരളം ബദൽ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെ പോലെ ബിജെപി ഇതര ഗവൺമെന്റുകളെ വേട്ടയാടുമ്പോ അവർക്കെതിരായി പ്രതിരോധം നിൽക്കുന്ന ഒരു നാടുണ്ട്. ആ നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ നാടിന്റെ പേരാണ് കേരളം. പ്രിയപ്പെട്ടവർ, ഐക്യ കേരളമായി 1956 നവംബർ 1 ഈ കേരളം മലയാളം സംസാരിക്കുന്നവരുടെ മാതൃഭൂമിയായി ഈ നാടിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മണ്ണാണ്. അങ്ങനെ വരുന്നതിന് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നൊരു പുസ്തകം എഴുതിയ മഹാനായ ഒരു മനുഷ്യൻ ഈ നാടിന്റെ ചരിത്രത്തിന്റെ മുന്നിൽ നടന്നിട്ടുണ്ട്. ആ മനുഷ്യൻ സഖാവ് EMS ആണ്. അങ്ങനെ ഇന്ന് നമ്മുടെ കേരളം എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എവിടെ നിന്നാണ് വന്നത്? 10 കാലമായി മലയാളികൾക്കിടയിൽ കേരളത്തെ സംബന്ധിച്ചൊരു ഐതിഹ്യം നമുക്കറിയാം. ഈ കേരളം പരശുരാമൻ മൊഴിവെറിഞ്ഞുണ്ടായതാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു കേരളം പണ്ടൊരു കേരളമാണ്. തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറും നാട്ടുരാജ്യങ്ങളായിരുന്ന പൂർവ്വകാല കേരളം
വഴി നടക്കാത്തവർ, മലയാളം പറയാത്തവർ, മാനാഭിമാനത്തോടെ ജീവിക്കാത്തവർ, മാറുമറക്കാത്തവർ, കഴുത്തിൽ കല്ലുമാല ധരിച്ചവർ, മുട്ടിനു താഴെ മുണ്ടെടുക്കാത്തവർ, മീശ വയ്ക്കാത്തവർ, പ്രിയപ്പെട്ടവരെ, സ്വന്തം കുഞ്ഞിന് പേരിടാൻ അവകാശമില്ലാത്തവർ, ആദ്യ രാത്രിയിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് അന്തി ഉറങ്ങാൻ അവകാശമില്ലാത്ത നാടുമാടി ജന്മിത്തും കൊടിയുത്തി വാങ്ങൊരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. ആ കേരളമാണ് പരശുരാമന്റെ കേരളം. അവിടെ നിന്ന് ഇന്ന് കാണുന്ന ഒരു കേരളമുണ്ട്. ലോകത്തിന്റെ നിറകയിൽ മലയാളി വരച്ചിട്ടൊരു കേരളമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിവികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന ഭൗതിക ജീവിത നിലവാരത്തിൽ അഭിമാനത്തോടെ ഈ മലയാളി വരച്ചിട്ട ഒരു അടയാളമുണ്ട്. ആ അടയാളത്തിലേക്ക് എങ്ങനെയാണ് ഈ കേരളം കടന്നുപോയത് എന്നാലോചിച്ചാൽ, ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പാർട്ടിയുടെ ചരിത്രം അതിലുണ്ട്. ഐക്യ കേരളം ഇന്നു കാണുന്ന ആധുനിക കേരളമായി പരുവപ്പെടാൻ ഈ നാടിന്റെ ഇടവഴികളിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സമരാഗ്നിയായി ഇൻകുലാബിന്റെ ഉടക്കം തീർത്തുന്ന നവോത്ഥാന നായകർ, കർഷക പോരാളികൾ, കമ്മ്യൂണിസ്റ്റുകാർ ഉഴുതുമറിച്ച മണ്ണിലൂടെ കടന്നുപോയപ്പോ ഈ മലയാളത്തിന്റെ വഴിക്ക് അനസ്യൂതമായി നടന്ന ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. ആ പ്രസ്ഥാനമാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇതാണ് ഈ നാടിന്റെ ചരിത്രം. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഈ കേരളത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറുടെ അധികാരത്തിൽ വന്ന സഖാവിന്റെ ഗവൺമെന്റിന്റെ കാലം മുതൽ ഈ 2024 നവംബർ മാസം ഈ 17-ാം തീയതി വൈകുന്നേരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ മൈതാനിയിൽ നമ്മൾ ഒത്തുചേരുന്ന ഈ നിമിഷം വരെ ഈ മലയാളി ഈ സമൂഹവും കടന്നു വന്ന വഴിയിൽ, പ്രിയപ്പെട്ടവരെ, ഒരു സൂര്യശോഭ പോലെ മലയാളിക്ക് മുന്നോട്ട് നയിക്കാൻ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തുണ്ടായിരുന്നു, നിലപാടുണ്ടായിരുന്നു, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ജാതി ജന്മിനാടുവാഴിത്വം കൊടികുത്തിയാണ് കാലത്ത് അതിനെതിരായ ധീരോദാത്തമായ നിലപാടുണ്ട്. ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി തീരുമാനിച്ചതുണ്ട്. അധിക ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചതുണ്ട്. ഈ മിച്ചഭൂമി മൂലയിൽ വിതരണം ചെയ്തതുണ്ട്. 5 വയസ്സായ കുട്ടിക്ക് നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പള്ളിക്കൂടങ്ങൾ വന്നതുണ്ട്. പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണ സാക്ഷരതയുണ്ട്. 50% സ്ത്രീകൾക്ക് സംവരണമെന്ന ഈ നാടിന്റെ വിപ്ലവകരമായ മാറ്റമുണ്ട്. ജനകീയാസൂത്രണമുണ്ട്. പ്രിയപ്പെട്ടവരെ, അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങുന്ന അഭിമാനികളുടെ ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ മാതൃകയായ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബത്തിൽ ജനിച്ചതും വളർന്നതും പറന്നു പന്തലിച്ചതും ഈ കേരളത്തിന്റെ ചരിത്രത്തോളം വളർന്ന യാഥാർത്ഥ്യങ്ങൾ, അനുഭവങ്ങൾ ഈ നാട്ടിലെ മനുഷ്യൻ അനുഭവിച്ചു തീർത്തപ്പോഴാണ് ലോകത്തിലെ മാതൃകയായ മലയാളി ജീവിതത്തിന്റെ ബദൽ ഈ കേരളം ഉയർത്തിപ്പിടിച്ചത്. അതിനെ തകർക്കലാണ് വലതുപക്ഷം, മാധ്യമങ്ങൾ, വർഗീയ പ്രസ്ഥാനങ്ങൾ, ജാതി പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ നിന്ന് നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഉണ്ടാക്കിയൊരു നാടാണ് നമ്മുടെ നാട്. ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മറ്റു പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെ അഭിസംബോധന ചെയ്യാനും ഈ പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനമില്ല. നമ്മുടെ പാർട്ടിയുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ചേർന്നപ്പോ 25-30 കൊല്ലം കഴിയുമ്പോൾ ഈ കേരളം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട് എന്ന് ഈ നാടിനോടൊരു പരിപ്രേക്ഷ്യമായി ഈ പ്രസ്ഥാനം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന 100,000 പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ചിലത് പറയാതെ പറ്റില്ല. നമുക്കേ അതിന് കഴിയൂ. നിങ്ങൾ നോക്കൂ, 50 കൊല്ലം മുമ്പുള്ള കാട്ടാക്കടയിലെ മനുഷ്യന്റെ ജീവിതമല്ല ഇന്നുള്ള ജീവിതം. അന്ന് വലിയ കുടുംബങ്ങളാണ്, ഇന്നാണ് കുടുംബമാണ്. അച്ഛനും അമ്മയും വേറിയ 2 മക്കളുമുള്ള ചെറു കുടുംബങ്ങളായി നമ്മുടെ നാട്ടിൽ കുടുംബാന്തരീക്ഷം മാറി. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മാറി. നമ്മുടെ തൊഴിൽ സംവിധാനങ്ങളും വരുമാനങ്ങളും മാറി. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിത രീതി മാറി. അങ്ങനെ മാറിയ ഒരു കാലത്ത് പുതിയ പുതിയ പ്രശ്നങ്ങളെ ഈ നാട് അഭിമുഖീകരിക്കും. ആ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാതെ, അഭിസംബോധന ചെയ്യാതെ നമ്മുടേതുപോലൊരു പ്രസ്ഥാനത്തിന് പോകാനാവില്ല. 100,000 പ്രശ്നങ്ങളുണ്ട്. ചിലത് നിങ്ങൾ നോക്കൂ. നമ്മുടെ നാട്ടിൻ പുറത്ത് 4 പാടുള്ള 300 വീടെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും 300 വീട്ടിൽ ചുരുങ്ങിയത് 30 വീട്ടിലെങ്കിലും ചെറുപ്പക്കാരില്ല. പ്രായം ചെന്ന മനുഷ്യർ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വീടുകളുടെ എണ്ണം ഈ കേരളത്തിൽ വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആവുന്ന കാലത്ത് മക്കളെ പഠിപ്പിക്കാൻ വലിയ നിലയിൽ ആക്കി മാറ്റുന്നത് എല്ലുമുറിയ പണിയെടുത്തവർ, അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും വീടിൽ, പ്രിയപ്പെട്ടവരെ, പ്രായാധിക്യത്തിൽ മറ്റുള്ളവരുടെ കരുതലും കരുത്തും വേണ്ട കാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബാന്തരീക്ഷം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായി എന്നൊരു ചോദ്യം നമ്മളല്ലാതെ ആര് ചോദിക്കും? നമുക്കല്ലാതെ ആർക്കത് ചോദിക്കാനാകും? പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുന്നു
നമ്മുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും നല്ല തൊഴിൽ സാഹചര്യവും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് അയക്കുമ്പോ അവരവിടെ ജീവിതം പച്ചപിടിച്ച് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാതാകുമ്പോ നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളിൽ അച്ഛനും അമ്മയും പ്രായകാലത്ത് ഒറ്റപ്പെടുന്ന വീടുകളുടെ എണ്ണം ഈ കേരളത്തിൽ കൂടുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആലോചിച്ചു, തീരുമാനിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു, ഇതിനെ അഭിസംബോധന ചെയ്യണം. അതിനെന്ത് വേണം? ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുന്ന നമ്മുടെ നാടിന് ഇനി മുന്നോട്ട് പോകാൻ മനുഷ്യ വിഭവശേഷി പൂർണ്ണമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാനാകണം. അതിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ചില കുറവുകൾ, പരിമിതികളുണ്ട്. ഇത് പഠിക്കണം, പരിഹരിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുന്നു, ഈ കേരളത്തിൽ, ഇന്ത്യയിൽ 15 സർവകലാശാലകൾ, ഏറ്റവും മികച്ച 15 സർവകലാശാലകളെ തെരഞ്ഞെടുത്തപ്പോ അതിൽ 4 ഈ കേരളത്തിലാണെന്ന് നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജ് തെരഞ്ഞെടുത്തപ്പോ അതിൽ 40 കോളേജുകളും ഈ കേരളത്തിലാണെന്ന് നമ്മൾ കണ്ടു. കൊച്ചി സർവകലാശാലയിലും കേരള MC യൂണിവേഴ്സിറ്റിയിലും പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ 60-ലധികം രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതുക്കിപ്പണിയാൻ കേരളത്തിലെ ഇടതുപക്ഷം തീരുമാനിച്ചു. എന്തിനു വേണ്ടി എന്നറിയാമോ? നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ഇവിടെ തന്നെ പഠിക്കാനും ഇവിടെ തന്നെ ജോലി ചെയ്യാനും നല്ല ജീവിതം ഇവിടെ ഉണ്ടാക്കാനും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും പ്രായകാലത്ത് അവരെ പരിചരിക്കാനും ഒപ്പം നിൽക്കാനും കരുതൽ നൽകാനും പ്രാപ്തമായ ഒരു സമൂഹത്തെ ഈ നാട്ടിൽ ഉണ്ടാക്കണം. ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. മറ്റൊരു പ്രശ്നം നിങ്ങൾ നോക്കൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുകിട ഭൂവുടമകളുടെ നാടാണ് നമ്മുടെ കേരളം. സ്വന്തമായി 5ഉം 10ഉം 20 സെന്റ് ഭൂമിക്ക് അവകാശികളായ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിക്കുന്ന നാട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേരളം എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഇങ്ങനെയാകുമ്പോഴും കേരളത്തിൽ എത്ര മനുഷ്യരുടെ കൈകളിൽ അവരുടെ സ്ഥലത്തിന്റെ പ്രമാണങ്ങളുണ്ട്, ആധാരങ്ങളുണ്ട്. ഇവിടെ കൂടിയവരെന്ന് ആലോചിക്കുക. നമുക്ക് കാണാൻ കഴിയും 90% ആളുകളുടെയും സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ ബാങ്കുകളിൽ വായ്പ എടുക്കാൻ പണയപ്പെടുത്തിയിരിക്കുന്നു. വായ്പയൊരു കുറ്റമല്ല. ഒരു സംരംഭം തുടങ്ങാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ, ജീവിതം പുതുക്കിപ്പണിയാൻ, ജീവിതത്തിന്റെ നിലവാരം കൂട്ടാൻ വായ്പ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഖേദത്തോടെ ഈ കേരളത്തിലെ മനസാക്ഷിയോട് നമുക്ക് പറയേണ്ടി വരുന്നു, നമ്മളിൽ 90% ആളുകളും കടക്കണിയാണ് അകപ്പെട്ടത്. ആർഭാട ജീവിതത്തിന്റെ, ആർഭാട വിവാഹത്തിന്റെ വഴിയിൽ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു കാലത്തെ തലമുറയോടെങ്കിലും നമുക്ക് ഓർമ്മപ്പെടുത്താനാകണം. നമുക്കല്ലെങ്കിൽ മറ്റാർക്കാണ് അതിന് കഴിയുക? ഉള്ള കിടപ്പാടം വിറ്റും പണയം വെച്ചും സ്വർണം കൂടുതൽ വാങ്ങി മക്കളെ കെട്ടിക്കുമ്പോ മക്കളുടെ കിടപ്പറകളിൽ വിഷമുള്ള മൂർഖൻ പാമ്പുകളാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് നമ്മളല്ലാതെ ആര് പറയും? പ്രിയപ്പെട്ടവരെ, വിവാഹപ്രായമെത്തുന്ന പുതിയ തലമുറയിലെ ആൺപെൺ വ്യത്യാസമില്ലാത്ത കുട്ടികളോട് അവരെ പ്രാപ്തമാക്കാനാകണം. അവരുടെ രക്ഷിതാക്കളോട് അവർ പറയണം, അമ്മ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചു പറയണം, ഉള്ള കിടപ്പാടം വിറ്റും പണയം വെച്ചും ഒരു തരി പെണ്ണും എനിക്ക് ആവശ്യമില്ല. നല്ല വിദ്യാഭ്യാസം വേണം, ജോലി ചെയ്യാനുള്ള സാഹചര്യം വേണമെന്ന് പുതിയ കാലത്തെ തലമുറയെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ സഖാവിയും കൃഷ്ണപിള്ളയും മൊയാരത്ത് ശങ്കരനും CH കലാലനും അഴീക്കോടൻ രാഘവനോടും ഉഴുതുമറിച്ച് ലോകത്തിന് മാതൃകയായ കേരളത്തിന്റെ ബദൽ പൊടിഞ്ഞു പോകുമെന്ന വേദന ഞാനും നിങ്ങളും അല്ലാതെ ആരാണ് ഈ ലോകത്തോട് വിളിച്ചു പറയുക? നമുക്ക് തിരുത്താനാകണം. മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ. ഈ ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് മദ്യത്തോടും മയക്കുമരുന്നിനോടും ഇതുപോലെ ആസക്തിയുള്ള ഒരു സമൂഹം, പ്രിയപ്പെട്ടവരെ, കേരളീയ സമൂഹമല്ലാതെ മറ്റൊരു സമൂഹമില്ല. 13ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങുന്ന കുട്ടികളുടെ നാടായി ഈ കേരളം മാറുന്നു. ആളോഹരി മദ്യോപഭോഗം 16 ലിറ്ററായി ഈ കേരളത്തിൽ കണക്കുകൾ പറയുന്നു. കുടുംബം തകരുന്നു, സാമ്പത്തികമായി അപകടം സംഭവിക്കുന്നു, പ്രിയപ്പെട്ടവരെ ആരോഗ്യമില്ലാതാകുന്നു. അങ്ങനെ ആരോഗ്യമില്ലാത്ത ഒരു സമൂഹം ഉണ്ടാകുന്നതിനോടൊപ്പം അപ്പുറത്ത് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടാകുന്നു. വൈകുന്നേരങ്ങളിൽ രണ്ടടിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാൾക്ക് കേരളത്തിന്റെ GST വിഹിതത്തെ സംബന്ധിച്ച് എന്ത് അഭിപ്രായം ഉണ്ടാകും? പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്ന, നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ തകർക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, മദ്യത്തോട് ആസക്തിയുള്ള ഒരു സമൂഹത്തിനെതിരായി നമ്മളല്ലാതെ ആരാണ് ഈ നമ്മുടെ സമൂഹത്തോട് പറയുക? നമുക്ക് അതിന് കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റു പ്രശ്നങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കേരളം, പ്രിയപ്പെട്ടവരെ, പൊരുതി ഈ കേരളം മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിൽ പല ജാതി ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമുക്കറിയാം. ഈ ഗവൺമെന്റിനെതിരായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, കേരളത്തിനെതിരായി എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. എന്താണ് ഇതിന് കാരണം? അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ
8 കൊല്ലക്കാലത്തിലധികം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് CPIM-ന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു എന്നതാണ് ഇന്ന് കാണുന്ന പല ചർച്ചകൾക്കുമുള്ള കാരണം. അതിനൊരു മറുപുറമുണ്ട്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ 8.5 കൊല്ലക്കാലത്തിലധികം ഇങ്ങനെ തുടർച്ചയായി അധികാരമില്ലാതെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു വിഷയത്തിൽ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞ വാചകം കടമെടുത്താൽ അധികാരത്തിന്റെ മുന്നിൽ ഇറച്ചിക്കടയിൽ ദേശിരിക്കുന്നത് പോലെ ഈ കേരളത്തിലെ വലതുപക്ഷം ഇരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും കാരണമെന്ന് നമുക്കറിയാം. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 2-3 മാസത്തെ പെൻഷൻ കുടിശ്ശികയായത്, അതിന്റെ പേരിലുള്ള കോപ്രായങ്ങൾ നമുക്കറിയാം. ഈ നാടിനെ തകർക്കാനുള്ള നിരവധിയായ ചലനങ്ങൾ, പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സഖാവ് പിണറായി വിജയന്റെ അച്ഛനെ വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ നാടിനെ തകർക്കാനുള്ള നിലപാടുകൾ ഇവിടെയുണ്ട്. അങ്ങനെയെല്ലാമായി കടന്നു വരുന്നവരോട് പ്രിയപ്പെട്ടവരെ ചിലർ ഓർമ്മപ്പെടുത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ തന്നെ മറന്നു പോകുന്ന വിധം ഓരോ നിമിഷാർത്ഥങ്ങളിലും ഈ നാടിന്റെ രാഷ്ട്രീയം മാറി മറയുന്ന ഒരു കാലത്ത് ചിലതെങ്കിലും ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവുക? പ്രിയപ്പെട്ടവരെ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, CPIM-നെതിരായി, കേരളത്തിനെതിരായി, നമ്മുടെ നാടിന്റെ തെരുവുകളിൽ നമുക്കെതിരായി വല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ പറയുന്നവരോട്, വലതുപക്ഷത്ത് നിൽക്കുന്നവരോട് നമുക്ക് അഭിമാനത്തോടെ ചോദിക്കാനാകണം. 8 കൊല്ലം മുമ്പുള്ള കേരളം ഏതായിരുന്നു? 2016 മുമ്പ് ഒരു കേരളമുണ്ടല്ലോ. ആ കേരളം ഏത് കേരളമായിരുന്നുവെന്ന് ഇന്ന് ഈ നാട്ടിൽ പ്രിയപ്പെട്ടവരെ ചട്ടികളോട് നാളെ വെക്കണ ഈ നല്ല വലതുപക്ഷം എന്ന് പറയണം. ഏതായിരുന്നു കേരളം? നമ്മുടെ ആളുകളെ മറന്നു പോയിട്ടുണ്ട്. 12 മണിക്കൂർ പവർ കട്ടുള്ള കേരളം, 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം, പാഠപുസ്തകമില്ലാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികളെ പഠിച്ച കേരളം, സരിതാ നായരും ശാലുമേനോനും ചോപ്പനും ചിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരളം. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ കേരളം. ഇതാണ് 8 കൊല്ലം മുമ്പുള്ള കേരളം. അവിടെ നിന്ന് ഈ കേരളം എങ്ങനെ മാറിയത്? മതനിരപേക്ഷ വികസിത ജനാധിപത്യ കേരളത്തിലേക്ക് നാടിനെ നയിക്കാൻ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ 140 മണ്ഡലങ്ങളിൽ ഒരു ജാഥ വന്നത് ഈ നാട് മറന്നു കാണില്ല. അന്ന് പ്രഭാത യോഗങ്ങളിൽ ചെറുപ്പക്കാരും കുട്ടികളും സ്ത്രീകളും കർഷകരും തൊഴിലാളികളും സാഹിത്യ നായകരും ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട മനുഷ്യരുമായി ആശയ സംവാദം നടത്തി ഒരു നവകേരളം സൃഷ്ടിക്കാൻ ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ഈ നാടിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അതുകൂടി ഉൾപ്പെടുത്തി പ്രിയപ്പെട്ടവരെ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോ ഈ നാടെങ്ങനെയാണ് മാറുക എന്ന് 900 പദ്ധതികൾ ഒരു പ്രകടന പത്രികയായി ഈ നാട്ടിൽ അവതരിപ്പിച്ച് ജനങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ അന്ന് 2016-ൽ 91-ന്റെ അഭിമാന വിജയം ഈ കേരളം നേടി. അവിടെ നിങ്ങളുടെ കാലം നിങ്ങൾ നോക്കൂ. വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചിലത് മാത്രം സൂചിപ്പിക്കാതെ പോകാനാകാത്ത വിധം ഗൗരവപ്പെട്ട കാര്യങ്ങൾ എത്രയാണ്. അവിടെ നിന്ന് നിങ്ങൾ നോക്കൂ, ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കൂ. 12 മണിക്കൂർ പവർ കട്ടുള്ള കേരളം. നമ്മുടെ വീട്ടിൽ 12 വയസ്സായ ഒരു കുട്ടിക്ക് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇന്ന് എന്താണെന്ന് അറിയുമോ? നമ്മുടെ നാട്ടുകാർക്കെങ്കിലും അറിയുമോ? പ്രിയപ്പെട്ടവരെ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ ഈ കൊടുംവേനലിൽ പോലും ശക്തമായ പവർ മാനേജ്മെന്റിലൂടെ കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ പിടിച്ചു നിർത്തിയ, ഗുണനിലവാരമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച, 35 കൊല്ലമായി പണി ആരംഭിച്ച് പൂർത്തീകരിക്കാത്ത കൊച്ചി ഇടമൺ പവർ ഹൈവേയുടെ പണി പൂർത്തീകരിച്ച, അപേക്ഷിച്ചാലപ്പോൾ കറണ്ട് കിട്ടുന്ന നാടാക്കി ഈ കേരളത്തെ മാറ്റിയത് കേരളത്തിലെ ഇടതുപക്ഷമല്ലേ? 8 കൊല്ലം മുമ്പ് റോഡിന്റെ അപ്പുറത്ത് 7 മണിക്ക് കട്ടും, 7:30 മണിക്ക് ഇപ്പുറത്ത് കട്ടും. പകുതി സീരിയൽ കണ്ട് കഥ മുഴിപ്പിക്കാൻ വേലിപ്പത്തിൽ വന്ന് അപ്പുറത്തുള്ള ചേച്ചിയോട് വിളിച്ച് കഥ ചോദിച്ചത് 80 കൊല്ലം മുമ്പല്ല, 8 കൊല്ലം മുമ്പാണ് എന്ന് നമ്മളല്ലാതെ ആരാണ് ഈ നാടിനെ ഓർമ്മപ്പെടുത്തുക? നമുക്കല്ലാതെ ആർക്കാണ് കഴിയുക? നിങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗം നോക്കൂ. ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇതുപോലെ മെച്ചപ്പെട്ടൊരു കാലം. ഉണക്കമീനും ചകിരിക്കാരും വിറ്റാൽ ലാഭമുണ്ടാക്കാന്ന് പറഞ്ഞ പോലെ പള്ളിക്കൂടങ്ങൾ ലാഭനഷ്ടത്തിന്റെ കണക്കിട്ട് തിരിച്ച് 100-ലധികം സ്കൂളുകൾ വിൽക്കാൻ വെച്ച നാടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കേരളം. അവിടെ നിന്ന് നിങ്ങൾ നോക്കൂ,
ഈ കഴിഞ്ഞ 8.5 കൊല്ലത്തിനുള്ളിൽ 6.5 ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പേര് വെട്ടി സാധാരണക്കാരന്റെ പള്ളിക്കൂടത്തിലേക്ക് വന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വന്നു. അങ്ങനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഈ വിദ്യാഭ്യാസ ക്രമം സംരക്ഷിക്കുന്നതിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കാൻ ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയ കാരണം? പ്രിയപ്പെട്ടവരെ, ഈ പൊതു പള്ളിക്കൂടങ്ങളാണ് ഈ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയത്, എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയത്, ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്, ഇതുപോലൊരു നാടുണ്ടാക്കിയത്. നമുക്കറിയാം, ഇവിടെ ജാതി ജന്മി നാട് വാഴിത്വം കൊടികുത്തി വാണ കാലത്ത് ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് ഒരു പള്ളിക്കൂടത്തിലേക്ക് നടന്നു. അത് പ്രിയപ്പെട്ടവരെ, ഈ കാട്ടാക്കട ഏരിയയിലാണ്. നമുക്കറിയാം, ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് പഞ്ചമി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കൈപിടിച്ച് ഒരു മനുഷ്യൻ നടന്നു പോയപ്പോ പഞ്ചമി തീണ്ടിയതായി പറഞ്ഞ് ആ പള്ളിക്കൂടത്തിലെ ബെഞ്ച് കത്തിച്ച സവർണ പ്രമാണിമാരുടെ നാടാണ് ഈ കേരളമെന്ന് ഈ നാട് മറന്നു പോകരുത്. എന്താണ് അതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം? ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാൻ അവസരമുണ്ടാക്കാൻ ഈ നാട് നടത്തിയ പോരാട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് നമ്മുടെ നാടിന്റെ പള്ളിക്കൂടങ്ങളിൽ ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട് പുറത്തുനിന്ന മനുഷ്യർ ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ബെഞ്ച് ഉണ്ടായത്. ആ ബെഞ്ച് മതനിരപേക്ഷ ബെഞ്ചാണ്. അവിടെ നായരും നമ്പൂതിരിയും നമ്പ്യാരും പാണനും പറയനും പുലയനും സുന്നിയും സുറിയാനിയും മുജാഹിദും ഒരുമിച്ചിരുന്ന് പഠിച്ചു. മൂലപൊട്ടിയ സൈറ്റിൽ കല്ല് പെൻസിൽ കൊണ്ട് തറാപ്പറാന്ന് ഞാനും നമ്മുടെ പഴയ തലമുറയും അമർത്തി എഴുതിയപ്പോഴാണ് ചറപ്പറാന്ന് ജാതി മതിലുകൾ ഈ കേരളത്തിൽ പൊളിഞ്ഞു വീണത്, ഈ കേരളം ഉണ്ടായത്. അതുകൊണ്ട് ഈ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണം. ഇത് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. അതുകൊണ്ടാണ് ഈ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടത്. 200-ലധികം സ്കൂളുകൾ കമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ വന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45,000 ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, പഠനത്തിന്റെ കെട്ടും മട്ടും മാറി. എല്ലാ ജൂൺ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം കൊട്ടും പാട്ടും ബലൂണും വർണ്ണക്കടലാസുമായി കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു നാടേ ലോകത്തുള്ളൂ. ആ നാടാണ് കേരളം. 8ാം ക്ലാസ് വരെ കുട്ടികൾക്ക് സൗജന്യമായി പാഠപുസ്തകവും ഭക്ഷണവും യൂണിഫോമും നൽകുന്ന ഒരു നാട് ഈ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് കേരളം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോയപ്പോഴാണ് അടുത്ത കൊല്ലം പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പുട്ടിനും അച്ചടിച്ച് കെട്ടുകെട്ടാക്കി നമ്മുടെ കുട്ടികളുടെ കൈകളിലെത്തിയ ഒരു കാലം സഖാവ് പിണറായിയുടെ കാലത്തല്ലാതെ ഈ കേരളത്തിൽ ഓർമ്മയുണ്ടോ? ഇതിനല്ലേ ഇവർ മറുപടി പറയുന്നത്. നമ്മുടെ ആരോഗ്യ രംഗം നിങ്ങൾ നോക്കൂ. ലോകത്തിനു മാതൃകയായ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം. ആശാ വർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജിലെ MD വരെ കണ്ണി ചേരുന്ന ഈ നാടിന്റെ ആരോഗ്യ പ്രസ്ഥാനം. ഇതിന്റെ കരുത്തിലാണ് നമ്മൾ നിപ്പ വൈറസിനെ പ്രതിരോധിച്ചത്. ഇതിന്റെ കാര്യത്തിലാണ് നമ്മൾ സൂക്ഷ്മാണുവിനെ പ്രതിരോധിച്ചത്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നടക്കുന്ന നാടിന്റെ പേരാണ് കേരളമാണ്. അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താവുന്ന സർക്കാർ ആശുപത്രിയുള്ള നാടേതാണ് നമ്മുടെ കേരളമാണ്. പ്രിയപ്പെട്ടവരെ, ജനകീയ ആരോഗ്യ പ്രസ്ഥാനം മികച്ച നാടായി ഈ കേരളം നിൽക്കുന്നു. സൂക്ഷ്മാണുവിന്റെ കാര്യം നമുക്കറിയാമല്ലോ. കോവിഡ് കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു സൂചന മാത്രം നൽകുന്നു. ഒരു സൂക്ഷ്മാണുവിന്റെ മുന്നിൽ ഈ ലോകം വിറങ്ങലിച്ചു നിന്നത് ഈ നാട് മറന്നിട്ടില്ല. എല്ലാം തികഞ്ഞ നാടാണ് എന്ന് ലോകം കരുതുന്ന അമേരിക്കയിലെ ഭരണാധികാരികൾ ഒരു മുഖാവരണത്തിനു വേണ്ടി പൊട്ടിക്കറിയുന്നത് ഈ ലോകം കണ്ടു. അമേരിക്കയിലെ ആശുപത്രിയിൽ വെന്റിലേറ്റർ സംവിധാനമില്ലാതെ ആംബുലൻസുകളിൽ പുതിയതായി വരുന്ന രോഗിയുടെ പ്രായം നോക്കിയിട്ട് ചെറുപ്പക്കാരാണെങ്കിൽ മാത്രം അവിടെ ഇറക്കി അകത്തേക്ക് കൊണ്ടുവന്ന് പ്രായം കൂടിയ മനുഷ്യന്റെ മുഖത്തുനിന്ന് വെന്റിലേറ്റർ കുന്നറട്ടാണ് വലിച്ചൂരിയിട്ട് ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് വെച്ച് പ്രായം ചെന്ന മനുഷ്യനെ മരണത്തിനെറിഞ്ഞു കൊടുത്ത മനുഷ്യത്വമില്ലായ്മയുടെ വാർത്തകൾ ലോക മുതലാളിത്തത്തിന്റെ തറവാട്ടുമുറ്റങ്ങളിൽ നിന്ന് ഞെട്ടലോടെ ഈ ലോകം കേട്ടപ്പോഴാണ് ഈ കേരളത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ 72 ദിവസം ഒരപ്പൂപ്പനെയും അമ്മൂമ്മയെയും ചികിത്സിച്ച് സർക്കാർ ചെലവിൽ ഒരു ദിവസം 7,000 രൂപ ചെലവാക്കി അസുഖം മാറ്റി 2 റോസാപ്പൂ നൽകി വീൽ ചെയറിലിരുത്തി ആരോഗ്യ പ്രവർത്തകർ മെഡിക്കൽ കോളേജിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന അഭിമാന ചിത്രം ഈ ലോകത്തിന് മുന്നിൽ കേരളം വരച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഇടതുപക്ഷം, ഇതാണ് ഇടതുപക്ഷം. ഇതിന്റെ കരുത്തിലാ കേരളം മുന്നോട്ട് പോയത്. ആ കാലം നിങ്ങൾ നോക്കൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ആകാശത്തേക്ക് ടോർച്ചടിക്കാൻ, അയാൾ പറഞ്ഞു പാത്രം കൊട്ടാൻ, അയാൾ പറഞ്ഞു എവിടെ നിൽക്കുന്ന അവിടെ നിൽക്കാൻ. കേരളം പറഞ്ഞു കൈ കഴുകി തോൽപ്പിക്കാം, കോവിഡ് ചങ്ങല പൊട്ടിക്കാം, മുഖാവരണം വേണം,
ശാരീരിക അകലം പാലിക്കണം. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പറഞ്ഞു, യുക്തി ചെന്ന് പറഞ്ഞു, ലോകം കേരളത്തിന്റെ മാതൃക ഏറ്റുപിടിച്ചു. ഈ കേരളം മുന്നോട്ട് പോയി. കേരളം സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഒരു ദിവസം ഇവിടെ കാട്ടാക്കടങ്ങാടിയിൽ ഈ നാടിന്റെ തെരുവിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഈ സമ്മേളനം കാണുന്നതിന് വഴിയരികിൽ മാറി നിന്ന മനുഷ്യരുണ്ട്. ഞങ്ങളെ എതിർക്കുന്നവരുണ്ട്. ജീവിതത്തിലൊരിക്കലും ഈ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചവരും തീരുമാനിച്ചവരും ഉണ്ടാകും. അവരോടെല്ലാമായി അഭിമാനത്തോടെ, അഹങ്കാരമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഞങ്ങൾ ഓരോ മനുഷ്യരും നിങ്ങളോട്, ഈ നാടിനോട് ചോദിക്കാനാകും. കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഒരു ദിവസം ഈ നാടൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, നാളെ മുതൽ കേരളം അടയ്ക്കാൻ. ആരും പുറത്തേക്ക് ഇറങ്ങരുത്, പണിക്ക് പോകരുത്, വീടിനകത്തിരിക്കണം. ഇവിടെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്യും. ആരും പരിഭ്രാന്തരാകരുത്, സർക്കാർ കൂടെയുണ്ട്. ഇത് കേട്ടപ്പോഴും ഞാനും നിങ്ങളും, ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തരും ഇനി എന്താ കട തുറക്കാൻ അറിയില്ല, അരി കിട്ടുമോ എന്നറിയില്ല. കിട്ടിയ സഞ്ചിയെടുത്ത് ഉള്ള പണം കൊണ്ട് അങ്ങയുടെ തെരുവിലേക്ക് ഓടി തുറന്ന കടയിൽ നിന്ന് 10, 15, 20 കിലോ അരി വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ മനസാക്ഷി മരിക്കാത്ത മലയാളികളെല്ലാം ചിന്തിച്ചു, എന്റെ വീട്ടിൽ അരി ഉണ്ടെങ്കിലും അടുത്ത വീട്ടിൽ അരിയില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് മാത്രം എങ്ങനെ കഞ്ഞി വെച്ചു കൊടുക്കും എന്ന് വ്യാകുലപ്പെട്ടു നിന്ന മലയാളി. പ്രിയപ്പെട്ടവരെ, മലയാളത്തിന്റെ ഭരണാധികാരി സഖാവ് പിണറായി വിജയൻ എല്ലാ പ്രതിദിന വാർത്താ സമ്മേളനത്തിനിടയിൽ, ഈ വാർത്താ സമ്മേളനത്തിന്റെ വാക്കുകൾക്കിടയിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഈ മാവേലി മണ്ണിൽ, ഈ മലയാള മണ്ണിൽ ആരും പട്ടിണി കിടന്നു മരിക്കില്ല. അങ്ങനെ പറഞ്ഞപ്പോഴും ഈ നാടിന്റെ ആശങ്ക മാറിയില്ല. റേഷൻ കടയിൽ അരി തന്നു, സൗജന്യ കിറ്റ് തന്നു, പ്രിയപ്പെട്ടവരെ 1 മാസത്തെ പെൻഷൻ മുൻകൂർ തന്നു, എല്ലാ ക്ഷേമനിധികൾക്ക് 1000 രൂപ അഡ്വാൻസ് തന്നു, ഒരു ക്ഷേമനിധിയിലും ഇല്ലാത്തവർക്ക് 1000 രൂപ ബാങ്ക് ബുക്കിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് വെച്ച് കേരളത്തിലെ ഗവൺമെന്റ് നൽകി. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിദിന വാർത്താ സമ്മേളനത്തിനിടയിൽ, ഒരാഴ്ച പിന്നിടുന്നതിനിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെങ്കിലും തെരുവിൽ അലയുന്നവരുണ്ട്, മാനസിക വിഭ്രാന്തിയുള്ളവരുണ്ട്, ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ട്, വീടിനകത്തെ കിടപ്പ് രോഗികളുണ്ട്, നാടിയരി വെച്ച് വിളമ്പാനില്ലാത്ത ആളുകളുണ്ട്, തെരുവ് പട്ടികളുണ്ട്, കാട്ടിലെ കുരങ്ങന്മാരുണ്ട്, അമ്പലത്തിലെ വളർത്തുമൃഗങ്ങളുണ്ട്. ഇവർക്കെല്ലാം വിശപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, പഞ്ചായത്ത് കേന്ദ്രങ്ങൾ അടുക്കള തുറക്കണം, ചോറുണ്ടാക്കണം, ഇലവാട്ടി പൊതിയണം, നാട്ടു നന്മയായി നാടിന്റെ ഇടവഴികളിൽ പറന്നൊഴുകണം. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു ഭരണാധികാരി പറഞ്ഞു, തെരുവിലെ പട്ടിക്കും കാട്ടിലെ കുരങ്ങനും അമ്പലത്തിലെ വളർത്തുമൃഗങ്ങൾക്കും വോട്ടില്ല, പക്ഷേ അവർക്ക് ജീവനുണ്ട്, ജീവനുള്ളവർക്കെല്ലാം വിശപ്പുണ്ട് എന്ന രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമെന്ന് ഈ കേരളം അടയാളപ്പെടുത്തി. ഇതിന്റെ ബലത്തിലാണ് 91ന്റെ അഭിമാന വിജയത്തോടെ ഈ കേരളം രണ്ടാമത് അധികാരത്തിൽ വന്നത്. 2021 99 സീറ്റിന്റെ അഭിമാനത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ്, ഇപ്പൊ തുടങ്ങിയതല്ല. കാലം എത്രയായി. എല്ലാ കാര്യങ്ങളും ഈ നാട്ടാളുകൾ മറന്നു പോകാതിരിക്കാൻ നമുക്ക് ഓർമ്മപ്പെടുത്താനാകും. നമ്മുടെ സഖാക്കൾ ഉൾപ്പെടെ മറന്നു പോകാൻ പരിശ്രമിക്കുന്ന, മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ 6 മാസം നിങ്ങളൊന്ന് ആലോചിക്കണം. എന്തായിരുന്നു ആദ്യത്തെ 6 മാസം? ആദ്യത്തെ 6 മാസം ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ 10-ലധികം സഖാക്കളെ കൊന്നു. ഇടുക്കിയിലെ പൈങ്കാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് ഉണ്ടലി, തൃശ്ശൂരിലെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സഖാവ് സനൂപ് ഉണ്ടലി, നിരവധി സഖാക്കളെ കൊന്നു. നമ്മുടെ നാൽക്കവലകളിൽ, കല്യാണ വീടുകളിൽ, ബസ് വെയിറ്റിംഗ് ഷെഡുകളിൽ, ചായക്കടകളിൽ നമ്മളെ ഗുണദോഷിക്കുന്നവർ, അസ്ഥലതുപക്ഷക്കാരെന്ന് പ്രിയപ്പെട്ടവരെ സ്വയം പരിചയപ്പെടുത്തുന്നവർ, വലതുപക്ഷത്ത് നിൽക്കുന്നവർ നമ്മുടെ മൂക്കിൽ നേരെ ചൂണ്ടി നമ്മുടെ ഓരോ സഖാക്കളെയും പ്രകോപിപ്പിക്കാൻ 4 ആൾ കൂടുന്നിടത്ത് എന്നോടും നിങ്ങളോടും ഇവരാ ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? നിങ്ങളുടെ സഖാക്കളെ ഇങ്ങനെ കൊന്നു തള്ളുമ്പോഴും തിരിച്ചടിക്കാതെ നിങ്ങൾ നിൽക്കുന്നത് നാണമില്ലാതെ ഈ അധികാരം നിലനിർത്താനായിരുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറുപടിയുണ്ട്. 550-ലധികം വരുന്ന സഖാക്കൾ ഈ കേരളത്തിന്റെ തെരുവിൽ ഒരാളെ ഇല്ലാതാക്കിയിട്ട് ഒരു പാർട്ടി ഇല്ലാതാകുമെങ്കിൽ ആദ്യം ഇല്ലാതാവുക ഈ പാർട്ടിയാണെന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മൾ. 550-ലധികം സഖാക്കളെ
വലതുപക്ഷം, വർഗീയത, തീവ്രവാദികൾ, വിധ്വംസക സംഘടനകൾ, ഭരണകൂടം കൊന്നുതള്ളുമ്പോ പകുതി താഴ്ത്തിക്കെട്ടിയ ചെങ്കൊടിയിൽ നെഞ്ചത്തൊരു കറുത്ത ബാഡ്ജും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞാനും നിങ്ങളും നടന്ന ദൂരം ഈ കേരളത്തിന്റെ തെരുവിൽ മറ്റാരും നടന്നിട്ടില്ല. മാമൻ മാപ്പിള പഠിച്ച സ്കൂളിലല്ല ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചതെന്ന് ഈ നാട് തെളിയിച്ചിട്ടുണ്ട്. പിന്നീട് എന്താ നമ്മൾ കണ്ടത്? ആദ്യത്തെ വിഷുക്കാലം എന്റെ ജില്ലയിൽ 2 മതത്തിൽപ്പെട്ടവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ വർഗീയ കലാപം ഉണ്ടാക്കാൻ, ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരം പിടിക്കാൻ വർഗീയതയും വലതുപക്ഷവും ഒന്നിച്ചു ചേർന്ന് കടന്നു വന്നപ്പോ ഈ കേരളം അതിനെ മുളയിലെ നുള്ളി. അതും നടന്നില്ല. പിന്നീട് എന്താ നമ്മൾ കണ്ടത്? ഈ കേരളത്തെ തകർക്കണം. അതിനെന്ത് വേണം? കേന്ദ്ര ഭരണാധികാരികളെ കൂട്ടുപിടിക്കണം. കേരളത്തിൽ അർഹതപ്പെട്ടത് തടഞ്ഞു വെച്ചു. നമ്മുടെ പദ്ധതി വിഹിതം തടഞ്ഞു, GST വിഹിതം തടഞ്ഞു, സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ കൈകടത്തി, കടമെടുപ്പിന്റെ പരിധി കുറച്ചു. പ്രിയപ്പെട്ടവരെ, UGC ശമ്പളത്തിന്റെ കുടിശ്ശിക തന്നില്ല, നെല്ലെടുത്ത വകയിലെ കുടിശ്ശിക തന്നില്ല, പെൻഷന്റെ വിഹിതം തന്നില്ല. ഈ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ നോക്കി. അപ്പോഴെന്താ കേരളം ചെയ്തത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിയിലേക്ക് പോയി സമരപ്പന്തൽ കെട്ടി ഈ നാടിനോട് പറഞ്ഞു, ഇന്ത്യയിൽ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, ഞങ്ങൾക്ക് അവകാശമുള്ള ഭരണം. ഇത് ഏകശിലയിൽ കൊത്തിയ നാടല്ല, ഇത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. സംസ്ഥാനങ്ങൾക്ക് അവരവരുടെ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. നമ്മൾ സമരമിരുന്നപ്പോ തമിഴ്നാട്ടുകാർ വന്നു, പഞ്ചാബുകാർ വന്നു, ഡൽഹിക്കാർ വന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളം സുപ്രീം കോടതിയിൽ പോയി കേരളത്തിൽ അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം തരണം ആവശ്യപ്പെട്ടു. കോടതിക്ക് പറയേണ്ടി വന്നു. 1-ാം ഗഡു 2024 മാർച്ച് മാസത്തിൽ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന് അനുവദിച്ചു കിട്ടി. കേരളം എവിടെയും പതറിപ്പോയില്ല. ഇനി എന്താ ചെയ്യുക? അപ്പോഴാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ വലതുപക്ഷം കല്ലുവെച്ച കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ് ഈ നാടിനെ പ്രിയപ്പെട്ടവരെ മുഴുവൻ നിർത്തി ഇന്ത്യയിലെ അധികാരികൾ, അന്വേഷണ ഏജൻസികളെ ഈ നാട്ടിലേക്ക് വിളിച്ചു. ED വന്നു, CBI വന്നു, കസ്റ്റംസ് വന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. വിവാദം നമുക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ലൈഫ് മിഷൻ വിവാദം നമുക്ക് ഓർമ്മയുണ്ട്. ഈന്തപ്പഴത്തിന്റെ ഉള്ളിലെ സ്വർണം നമുക്കറിയാം, കിതാബിന്റെ ഉള്ളിൽ സ്വർണം വന്നതറിയാം, ബിരിയാണി ചെമ്പിൽ സ്വർണം വന്നതറിയാം, KT ജലീലിനെ തൊലിക്കാതെ വിഴുങ്ങാമെന്നതറിയാം, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറഞ്ഞതറിയാം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ഈ ചെങ്കൊടിയെ ബിരിമാറിലടനെഞ്ചോട് ചേർത്ത് വെക്കുന്നവർക്ക് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഈ നാടിനോട് പറയാനാകും, അധികാരകർമ്മിനോട് പറയാനാകും. ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നിങ്ങൾ EMS-നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗൗരിയമ്മയെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നായനാരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ AKG-യെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മൺമറന്ന സഖാവ് കോടിയേരിയെയും മകനെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നും 101-ന്റെ സമരേതിഹാസം ജീവിച്ചിരിക്കുന്ന സഖാവ് VS-നെയും മക്കളെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പിണറായിയെയും കുടുംബത്തെയും നിങ്ങൾ കൊല്ലും പറയാത്തും പറയുന്നുണ്ട്. അവരോട് ഞങ്ങൾ പറയുന്നു, ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഞങ്ങൾ ഒരു സഖാവിനെ തികച്ചുകൊണ്ട ഒരു അരസഖാവിന്റെ ഒരു രോഗം നിങ്ങൾ അന്വേഷണങ്ങൾക്ക് ഈ കേരളത്തിന്റെ ചരിത്രത്തിലായിട്ടില്ല. ഇതാണ് CPI, ഇതാണ് നാടിന്റെ ഇടതുപക്ഷം. അവിടെയും കഴിയുന്നില്ല. ഇനി എന്താ ചെയ്യുക? ഈ കേരളം നടുമുടിയാതെ നിവർന്നു നിൽക്കാൻ ഒരു കാരണമുണ്ട്. കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് സമാന്തരമായി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ മലയാളികളുടെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ പിന്തുണ നൽകിയ പ്രസ്ഥാനം ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ്. അതിനെ തകർക്കാമോ? കേരളത്തിൽ സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ കൈകടത്തി സ്റ്റേറ്റ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നാട്ടിലുണ്ടാക്കി. ഇതിനൊരു കാരണമുണ്ട്. ആ കാരണം ഇന്ത്യയിലെ സാമ്പത്തിക സഹകരണ നിക്ഷേപത്തിന്റെ 78% കൈകാര്യം ചെയ്യുന്ന നാട് ഈ കേരളമാണ്. 2.5 ലക്ഷം കോടി മിച്ചം ഫണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ നമുക്കറിയാം, മലയാളികളുടെ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ 40% കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കണം. അതിനൊരു കാരണമുണ്ട്. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീട്ടിൽ പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിൽ ഈ സഹകരണ പ്രസ്ഥാനമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചു നൽകിയത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ്. 2018 ആദ്യ പ്രളയത്തിൽ 11,000 വീട് തകർന്നപ്പോ 2,000 വീടുകൾ കെയർ ഹോം പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം
സുരക്ഷിതമായി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇതിൽ അങ്ങിങ്ങായുണ്ടായ ചില പുഴുക്കുത്തുകളെ പർവ്വതീകരിച്ച് ആക്രമണോത്സവമായി കടന്നു വന്നപ്പോഴും ഈ കേരളം ചെറുത്തു നിന്നു. പിന്നീട് എന്താ നമ്മൾ കണ്ടത്? ചുവപ്പ് കണ്ട കാളാണ് ഈ നാട്ടിൽ കേട്ടിട്ടുണ്ട്, കറുപ്പ് കണ്ട കാളാണ് ഈ നാട്ടിൽ ആദ്യമായി കേൾക്കുകയാണ്. മിഠായി തെരുവ് കൂടെ ചങ്ങായി കയറ് പൊട്ടിച്ചോടി നമ്മൾ കണ്ടു. ഗവർണറാണ് പ്രിയപ്പെട്ടവരെ. ആധുനിക സമൂഹത്തിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനത്തിന് മുകളിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രമാണി? ഈ ചോദ്യം ഈ നാട് ചോദിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമങ്ങൾ, ബില്ലുകൾ തള്ളക്കോഴി മുട്ടയുടെ മുകളിൽ ചിറക് വിടർത്തി കിടക്കുന്നത് പോലെ അടയിരുന്നു ഈ കേരളത്തിലെ ഗവർണർ. പ്രിയപ്പെട്ടവരെ, ഈ നാട് സുപ്രീം കോടതിയിൽ പോയി. കോടതിക്ക് പറയേണ്ടി വന്നു ഗവർണറുടെ ഈ നിലപാട് ധിക്കാരപരമാണ്. അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവി കലർത്താൻ ഈ നാട്ടിൽ ഗവർണറെ പൊളിറ്റിക്കൽ ടൂളായി ഈ രാജ്യം ഭരിക്കുന്നത് ഉപയോഗിച്ചു. അതിന് മറ്റൊരു കാരണമുണ്ട്. എന്താണ് കാരണം എന്നറിയാമോ? ഈ ഇന്ത്യ രാജ്യം ഫാസിസത്തിന്റെ കൈകളിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോഴും നല്ല ചിന്താശേഷിയുള്ള ഒരു പുതിയ തലമുറ ഈ നാടിന്റെ തെരുവിൽ വളരുന്നുണ്ട്. അത് സർവകലാശാലകളിലാണ്, ക്യാമ്പസുകളിലാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, സിംല യൂണിവേഴ്സിറ്റിയിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ, ഇന്ത്യയിലെ എല്ലാ എണ്ണപ്പെട്ട സർവകലാശാലകളിലും രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാകയിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നെഴുതി ഫാസിസത്തിന്റെ ഇരുണ്ട കോട്ടകൾക്കെതിരായി മനുഷ്യപക്ഷ പോരാട്ടത്തിന്റെ മുദ്രാവാക്യങ്ങൾ എഴുതി ചേർക്കുന്ന ഒരു പുതിയ തലമുറ ഈ നാടിന്റെ തെരുവിൽ ഇരമ്പിയാക്കുമ്പോ അവർക്ക് ദിശാബോധം നൽകുന്ന ഒരു നാടുണ്ട്. ആ നാട് ഈ കേരളമാണ്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവി കലർത്താൻ ഈ ഗവർണർ വന്നു. കേരളത്തിന്റെ സർവകലാശാലകളിൽ ചാൻസലർ പദവിയിൽ ഈ കേരളത്തിലെ ഗവർണറാണ്. ഇത് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചതല്ല, ഭരണഘടനാപരമായ ബാധ്യതയല്ല. കേരളത്തിലെ നിയമം പാസാക്കിയ ഒരു നിയമത്തിന്റെ തലത്തിലാണ്. കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു, ഇനി മുതൽ കേരളത്തിന്റെ സർവകലാശാലകളിൽ ചാൻസലർ പദവിയിൽ ഗവർണർ ഇരിക്കേണ്ടതില്ല, കഴിവും മികവുമുള്ള മനുഷ്യരെ ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെ വന്നതാ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി നമ്മൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നവരാണെന്നും മുസ്ലിങ്ങളെ താങ്ങുന്നവരാണെന്നും നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായിട്ട് പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് മറ്റു ചിലർ പറയുന്നു നമ്മൾ RSS കൂട്ടിക്കൊടുക്കുന്നവരാണ്, നമ്മൾ RSS പിന്തുണയ്ക്കുന്നവരാണ്. ഒരു ഭാഗത്ത് പറയുന്നു നമ്മൾ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന്, പ്രീണിപ്പിക്കുന്നുവെന്ന്. മറുഭാഗത്ത് പറയുന്നു നമ്മൾ RSS കൂട്ടിക്കൊടുക്കുന്നുവെന്ന്. അങ്ങനെ പറയുന്നവരോട്, മൗദൂദികളോട്, സുഡാപ്പികളോട്, മുസ്ലിം ലീഗിനോട്, മതതീവ്രവാദ പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനാകും, ഈ ഗവർണറെ മുൻനിർത്തി ഈ നാട്ടിൽ സംഘപരിവാരം നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കത്തോട് ഈ കേരളം എങ്ങനെയാണ് പ്രതികരിച്ചത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് യോഗ ഹാളിന് മുന്നിൽ ഞങ്ങളുടെ കുട്ടികൾ നടത്തിയ ഒരു സമരമുണ്ട്. പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കുട്ടികൾ ആ സെനറ്റ് ഹാളിന്റെ മുമ്പിൽ നിന്നു. അവിടെ യോഗം നടക്കുമ്പോ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ വന്നു, അധ്യാപക പ്രതിനിധികൾ വന്നു, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ വന്നു. ഇവരെല്ലാം SFയുടെ കുട്ടികളകത്തേക്ക് കടത്തി വിട്ടു. പിന്നൊരു കൂട്ടര് വന്നു, കയ്യിൽ ഈ ചെങ്ങായിയുടെ കത്തുണ്ട്. ആരുടെ? ഗവർണറുടെ കത്തുണ്ട്. ഗവർണറുടെ കത്തുമായിട്ട് ഭയഭക്തി ബഹുമാനത്തോടെ പിന്നീട് കടന്നു വന്നവരെ അടിമുട്ടി SFയുടെ കുട്ടികളൊന്ന് നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ SFയുടെ കുട്ടികൾക്ക് മനസ്സിലായി. അവരോട് SFയുടെ കുട്ടികൾ പറഞ്ഞു, നിങ്ങളുടെ മുഖത്തൊക്കെ തന്നെ കള്ളലക്ഷണമുണ്ട്, നിങ്ങൾ കോൺഗ്രസ് ആണ്, നിങ്ങൾ ഗവർണറുടെ കത്തും കൊണ്ടാണ് വന്നത്, നിങ്ങൾക്ക് നാണോ മാനോ ഇല്ല, എന്നാലും നിങ്ങൾ അകത്തേക്ക് കടന്നു. കോൺഗ്രസിന്റെ ആൾക്കാരകത്തേക്ക് കടത്തി. പിന്നെ ലീഗുകാർ വന്നു, അവരോടും SFയുടെ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾക്ക് നാണല്ലാത്തവരാണ്, എന്നാലും നിങ്ങൾ അകത്ത് കടന്നു. ഞങ്ങൾ RSS കൂട്ടിക്കൊടുക്കുന്നവരാണ് എന്നുള്ള പുളിച്ചിപ്പൊന്നാരം ഈ നാട്ടു പറയുന്ന വലതുപക്ഷത്തോടെ ഞങ്ങൾ ചോദിക്കണോ? ഞങ്ങളുടെ ഒരു DYFയുടെ യൂണിറ്റ് കമ്മിറ്റി മെമ്പർ വേണ്ട, ഞങ്ങളുടെ ഒരു പാലസംഘത്തിന്റെ യൂണിറ്റിൽ വന്നൊരു കുട്ടി സംഘപരിവാരം RSS ആയോരത്തിന്റെ കത്ത് വാങ്ങിയിട്ട് ഒരു സ്ഥാനം കിട്ടിച്ചങ്ങനെ വന്നു നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഞങ്ങളൊരു ബാലസംഘത്തിന്റെ കുട്ടി പോവോ? ഇതിന് വന്നു, അവരകത്തേക്ക് കടത്തി. പിന്നൊരു കൂട്ടര് വന്നു, കയ്യിൽ കെട്ടൊക്കെ കെട്ടി, കക്ഷത്തിഷ്ടികൊക്കെ വെച്ച്, നെഞ്ചിന്റെ അളവൊക്കെ കൂട്ടിയിട്ട് അഹങ്കാരത്തോടെ ഈ സംഘപരിവാരത്തിന്റെ ആളുകൾ സെനറ്റ് ഹാളിന്റെ മുമ്പിലേക്ക് വന്നപ്പോ SFയുടെ കുട്ടികൾ ആൺപെൺ വ്യത്യാസമല്ലാതെ നിന്നൊരു നിൽപ്പുണ്ട്. അവരോട് പുറത്തു നിൽക്കാൻ പറഞ്ഞു.
അവരെ പുറത്തു നിർത്തി. പ്രിയപ്പെട്ടവരെ, RSSനെ പുറത്തു നിർത്തി ലീഗിനെയും കോൺഗ്രസിനെയും അകത്തേക്ക് വിട്ടിട്ട് SFIയുടെ കുട്ടികൾ കോഴിക്കോട് സർവകലാശാല സെനറ്റ് ഹാളിന്റെ മുമ്പിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, ആ രാഷ്ട്രീയം RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന സുധാകരനും VD സവർക്കറുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന PD സതീശനും ശോഭയാത്രയ്ക്ക് നിലവിളക്ക് കൊളുത്താൻ പോയ മുനീർ സാഹിബിനും 100 ജന്മം ജനിച്ചാലും ഇങ്ങക്ക് മനസ്സിലാവില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ഞങ്ങളെ RSSന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ നിങ്ങളല്ല, നിങ്ങളുടെ മൂത്താപ്പ വിചാരിച്ച ഈ നാട്ടിൽ നടക്കില്ലാന്ന് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ തെളിയിക്കും. എന്താ കരുതിയത്? നിങ്ങൾ നോക്കൂ, നിലമ്പൂരിൽ ഒരു ചങ്ങായി പത്രസമ്മേളനം നടത്തിയിട്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെല്ലുവിളിക്കാൻ വന്നു. 8 കൊല്ലമായിട്ട് ഇടതുപക്ഷം MLA ആയ ആളാണ്. ഞാൻ അധികം ഇതിനെ കുറിച്ച് പറയുന്നില്ല. ഈ ചങ്ങായി ഫേസ്ബുക്കിൽ എന്തൊക്കെ എഴുതി. അപ്പോ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറഞ്ഞു, നിങ്ങൾ 5-8 കൊല്ലമായിട്ട് ഞങ്ങളുടെ കൂടെ MLA ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വെച്ചാൽ നേരിട്ട് എഴുതി തരണം. എഴുതി തന്നപ്പോ പാർട്ടി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷിച്ച് നടപടിയെടുക്കും. ഈ ചങ്ങയുടെ ഉള്ളിലിരിപ്പ് വേറെയാണ്, കാത്ത് നിൽക്കാനുള്ള സമയമില്ല. ചന്തക്കുന്നിൽ പൊതുയോഗം വിളിച്ചു കൂട്ടി. എന്റെ നാട്ടിൽ നിന്ന് ലീഗുകാർ വണ്ടി വിളിച്ചു പോയി. പാർട്ടിക്കെതിരെ പറഞ്ഞു കേൾക്കാനാ പോയത്. കുന്തം പോലെയായിട്ട് പത്രക്കാരിറങ്ങി. നിങ്ങൾ ഇവിടുത്തെ പാർട്ടി മെമ്പർ അയച്ചു. ഞങ്ങൾ പാർട്ടിയാണ്, മെമ്പറല്ല, ലീഗാണ് എന്നിവർ പറഞ്ഞു. പ്രിയപ്പെട്ട ഈ ചങ്ങായി പറഞ്ഞു, ഞങ്ങൾ പാവങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏതാണ് പാവങ്ങൾ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാരിയർമാരായി കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരുന്ന കാരിയർമാരിൽ നിന്ന് പിണറായിയുടെ പോലീസ് സ്വർണം തട്ടിപ്പറിക്കാനെന്നാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞ അൻവർ ഈ നാട്ടിൽ പറഞ്ഞത്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പാലക്കാട് റാലി നടത്തി, സിനിമ ഷൂട്ടിങ്ങിന് അവർക്ക് സഹോദരിമാരെ കൊടുന്നു, അവർക്കിതൊന്നും അറിയില്ല. ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, AICC മെമ്പറായിരുന്നു. സതീശനോട് അൻവർ പറഞ്ഞു, ഞാനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അൻവറിന് കൈയടിക്കാൻ ലീഗും കോൺഗ്രസും പോയി. നമുക്കറിയാം ആരായിരുന്നു അൻവർ. ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോ ആദിവാസിയുടെ ഭൂമി കട്ടവനാണ്, അനധികൃത നിർമ്മാണം നടത്തിയവനാണ്, അണക്കെട്ടുണ്ടാക്കിയവനാണ്, പരിസ്ഥിതി തകർത്തവനാണ്, ഭൂലോക കച്ചവടക്കാരനാണ് എന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ എല്ലാരും പറഞ്ഞു. നമ്മൾ അയാളെ പിന്തുണയ്ക്കാനും പോയില്ല, ഇതിനെ പിന്തുണയ്ക്കാനും പോയില്ല. നടപടി വരുന്നത് വരട്ടെ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. ഇപ്പൊ നമ്മൾ കാണുന്നു, അൻവറിന്റെ അടുക്കളയിൽ പ്രിയപ്പെട്ടവരെ പുലർകാലത്ത് തീറ്റയും കൂടിയായിട്ട് ഈ കേരളത്തിലെ മാധ്യമ പണ്ടാരങ്ങൾ എല്ലാരും കൂടി അവിടെ പണ്ടാരങ്ങളുള്ള കാരണം അൻവറിന്റെ നാവിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ചിലത് വന്നു എന്നുള്ളതാണ്. പറഞ്ഞ് തൃശ്ശൂർ പൂരം കലക്കിയെന്ന് ഈ ചങ്ങായി പറഞ്ഞു. ADGP അജിത് കുമാർ RSSന്റെ നേതാക്കളുമായി ചർച്ച നടത്തിയത് ഇയാൾ പറഞ്ഞു. ഇതിന്റെ നടപടികൾ വന്നു, റിപ്പോർട്ട് വന്നു. ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. തൃശ്ശൂർ പൂരം കലങ്ങിയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ മഠത്തിൽ വരവുണ്ടായി, അവിടെ കുടമാറ്റം ഉണ്ടായി, അവിടെ ഇലഞ്ഞിത്തറ മേളമുണ്ടായി, അവിടെ മരുന്നുമണി ഉണ്ടായി. പൂരത്തിന്റെ എല്ലാ കാര്യവും നടന്നു. പ്രതിപക്ഷം നിയമസഭയിൽ വന്നു. അടിയന്തര പ്രമേയം പാസാക്കാൻ വേണ്ടി ഇവിടെ 2 MLA ഇരിക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ചർച്ചയാകാം. മൂടും തട്ടി UDF പുറത്തേക്ക് പോയി. പിറ്റേ ദിവസം അക്ഷരത്തെറ്റില്ലാതെ പ്രസംഗിക്കുന്ന കോൺഗ്രസിലെ ഒരു നേതാവുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അക്ഷരത്തെറ്റില്ലാതെ പറഞ്ഞു, തൃശ്ശൂർ പൂരത്തിന് പോയതിൽ 99% ഞങ്ങൾ കോൺഗ്രസിലാണ്, ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പൂരം തടസ്സപ്പെടുന്നു വന്നപ്പോ പൂരം നടത്താൻ പ്രിയപ്പെട്ടവരെ ഹീറോ റോളിൽ ഒരാൾ വന്നിറങ്ങി. അതൊരു സിനിമാ നടനാണ്, അത് സുരേഷ് ഗോപിയാണ്. അയാൾ അവിടെ മത്സരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ പൂരത്തിന് പോയ 99% കോൺഗ്രസുകാരിൽ 87,000 വോട്ടർമാരുണ്ട്. കയ്യിൽ കുത്തേണ്ട വോട്ട് താമരക്ക് കുത്തിയിട്ട് അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് തോറ്റതെന്ന് നിയമസഭയിൽ തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട്ടാക്കടയിലും തിരുവനന്തപുരത്തും കേരളത്തിലും മാനാഭിമാനുള്ള കോൺഗ്രസ് ഉണ്ട്. അവരോടൊന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, നിങ്ങൾക്ക് തൂങ്ങിച്ചൂടെ ഈ നാടിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? നിങ്ങൾ നോക്കി 87,000 വോട്ട് കൈപ്പത്തിയിലല്ലാതെ താമരയിൽ കുത്തുക, മുരളിയെ തോൽപ്പിക്കുക, സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക, എന്നിട്ട് മാമുക്കോയമ്മ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ചെറ്റവർത്താനം പറഞ്ഞ നാട്ടുകൂടെ നടക്കുകയും ചെയ്യുക. ഇതിന്റെ പേരാ കോൺഗ്രസ്. ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ നാടത് തിരിച്ചറിയണം. തിരിച്ചറിയാതെ ഈ നാടിന് പോകാനാവില്ല. നിങ്ങൾ നോക്കൂ, ഈ കേരളം ഇവിടെയൊന്നും ഈ കേരളം തകരാൻ പോകുന്നില്ല. ഈ കേരളത്തിന്റെ ഭൂതകാലത്തിൽ, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ കേരളം ഇനിയും മുന്നോട്ട് പോകും. ഇവിടെയൊന്നും തകർന്നിട്ടില്ല. ഇവിടെ വികസനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട്.
ഈ ലോകത്ത് 62 ലക്ഷം ആളുകൾക്ക് പ്രതിമാസം 1600 രൂപ കരുതി വെക്കുന്ന നാടാണ് ഈ കേരളം. എന്താണ് പെൻഷന്റെ ചരിത്രം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ അത് പറയാതെ പറ്റില്ല. നിങ്ങൾ നോക്കൂ, 45 രൂപ 1980-ൽ കർഷക തൊഴിലാളിക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ പ്രഖ്യാപിച്ചു ഈ കേരളത്തിൽ. അത് കർഷക തൊഴിലാളിക്ക് വെറുതെ ഒരു മാസം 45 രൂപ കൊടുക്കാൻ തീരുമാനിച്ചതല്ല. അത് തീരുമാനിക്കാൻ ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. ആ കാരണം ജാതി ജന്മി നാടുവാഴിത്തം കൊടികുത്തി വാണ കാലത്ത് ജന്മി തമ്പുരാക്കന്മാർ അങ്ങേ കരയിൽ നിന്നൊരു കൂവല് കൂവുമ്പോ ഒരു മറുകൂക്കു കൂവാൻ കെട്ടിയവളെ കൂട്ടി കുട്ടികളെ ചാളകളിൽ തനിച്ചാക്കി ഈ ജന്മിമാരുടെ കൃഷിക്കളങ്ങളിൽ പകലന്തിയോളം മാടുകളെ പോലെ പണി ചെയ്ത് തലകുനിക്കാനും നടുവളക്കാനും മാത്രം വിധിക്കപ്പെട്ട് പണിയെടുക്കുമ്പോ കോരിച്ചൊരിയുന്ന മഴയത്തും പൊലിവയിലത്തും കൊടും തണുപ്പിലും പ്രകൃതിയോട് മല്ലടിച്ച് മണ്ണിൽ കലകം വിളയിച്ച് ജന്മിമാരുടെ 10 പുഴകൾ ഇങ്ങനെ നിറച്ചത് ഈ നാട്ടിൽ മണ്ണിന്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, വെളുപ്പ് ശ്രേഷ്ഠമാണെന്നും കറുപ്പ് മോശമാണെന്നും എത്രയോ കാലമായി ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പൊതുബോധമായി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കറുപ്പ് മോശമായത് നമുക്കറിയാം. ഇവിടെ ഇങ്ങനെ പകലന്തിയോളം ചേർന്നും ചെളിയിലും പുതഞ്ഞു പണിയെടുത്തവൻ അടിയാള നടസ്ഥിതൻ അധകൃതൻ അസ്പൃശ്യൻ എന്ന് ഈ നാട്ടിൽ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യന്റെ തൊലി കറുത്തു. പ്രിയപ്പെട്ടവരെ, ജാതി ജന്മിമാർ നാടുവാഴിമാർ അകത്തളങ്ങളിൽ ഉണ്ടുറങ്ങിയ പക്കം വിട്ട് 4 കൂട്ടി മുറുക്കി കഥകളി പദങ്ങളിൽ അഭിനമിച്ച് അടിയാള പെണ്ണിന്റെ അടിവയറ് നോക്കി ഇങ്ങനെ ഇരുന്നപ്പോ അവരുടെ തൊലി വെളുത്തു. ഈ 2023 ഈ കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ട് മോഹിനിയാട്ടം കളിക്കാൻ തൊലി വെളുക്കണമെന്ന് പറഞ്ഞ അമ്മായിനെ ഈ നാട് മറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കാലത്താണ് 1980-ൽ മണ്ണിന്റെ മക്കൾക്ക് കർഷക തൊഴിലാളികൾക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 45 രൂപ പെൻഷൻ എന്ന് ലോകമുള്ള കാലം മലയാളികളുടെ മനസ്സിൽ നന്മയുടെ മറുചിരിയായ സഖാവ് ഇ.കെ. നായനാരാണ് ഈ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ പ്രഖ്യാപിച്ചത്. ഇന്ന് നിങ്ങൾ നോക്കൂ, കൃഷിക്കാരന് കിസാൻ അഭിമാൻ എന്ന പേരിൽ പെൻഷനുണ്ട്. അലക്ക് തൊഴിലാളിക്ക്, ആനപ്പാപ്പാന്, നിർമ്മാണ തൊഴിലാളിക്ക്, ചുമടെടുക്കുന്നവന്, പ്രിയപ്പെട്ടവരെ പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്നവർക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക്, തോട്ടം തൊഴിലാളികൾക്ക്, മദ്രസയിലെ അധ്യാപകർക്ക്, അമ്പലത്തിലെ പൂജക്കാർക്ക്, കടകക്കാർക്ക്, വെളിച്ചപ്പാടിന്, എന്തിനേറെ പറയണം 50 വയസ്സ് വരെ കല്യാണം കഴിയാത്ത സഹോദരിക്ക് 1600 രൂപ പ്രതിമാസം പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, 62 ലക്ഷം ആളുകൾക്ക് ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ കരുതൽ വെക്കുന്ന ഒരു നാട് ഈ ചെങ്കൊടിപ്പാറ കേരളമാണ്. ഈ ലോകത്ത് വളരെ നാടുണ്ടോ? ഈ ലോകത്ത് വളരെ നാടുണ്ടോ? ആ നാട്ടിൽ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആര് വന്നാലും ഈ നാട് അനുവദിക്കാൻ പോകുന്നില്ല. ഈ കേരളം മാറണം, എല്ലാ നിലയിലും മാറണം. 8 വരി പാത വരുന്നു, മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നു, തീരദേശ ഹൈവേയുടെ പണി നടക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 650 കിലോമീറ്റർ ദൂരം ഈ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ അറബിക്കടലോരം ചേർന്ന് ഏറ്റവും വലിയൊരു ജലപാത ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 25-30 കിലോമീറ്റർ ഇടവിട്ട് പ്രാദേശിക ഭക്ഷണക്രമങ്ങളുടെയും കലാഭിരുചികളുടെയും പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ടൂറിസം ഹബ്ബായി ഈ കേരളം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മാറ്റപ്പെടുമ്പോ ഇന്ന് തന്നെ ലോകത്തെ വിനോദസഞ്ചാരികൾ ആദ്യം കാണാൻ 50 ഇടങ്ങളിൽ ഒരിടമായി വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഈ കേരളം, പ്രിയപ്പെട്ടവരെ, ഈ ജലപാതയുടെ വരവോടുകൂടി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചും ആഭ്യന്തരമായ വരുമാനം വർദ്ധിപ്പിച്ചും ഇന്ത്യൻ ഭരണാധികാരികൾ കഴുത്തുനെരിച്ചാലും ഇല്ലാതാക്കിയാലും തകരാതെ മലയാളികൾ അവരുടെ അഭിമാന ജീവിതം ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തിൽ അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ ഇവിടെ ഒരു തർക്കവും വേണ്ട. ഈ നാട് മാറും. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു, K4 വന്നു, കൊച്ചിയിലെ വാട്ടർ മെട്രോ വന്നു, ഇപ്പോൾ സീ പ്ലെയിൻ വന്നു. പ്രിയപ്പെട്ടവരെ, ഈ കേരളം അടിമുടി മാറും. വികസന രംഗത്ത് കുതിച്ചു ചാടി ഈ കേരളം, ക്ഷേമ കേരളം ഇനിയും മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. ഈ പ്രസ്ഥാനം രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണ്. നിരവധിയായ രക്തസാക്ഷികളുണ്ട്. അബുവും ചാത്തുക്കുട്ടിയുമുണ്ട്, കൊച്ചനിയനുണ്ട്, KV സുനീഷുണ്ട്, സൈതാലിക്കുട്ടിയുമുണ്ട്, സഖാവ് ഭുവനേശ്വരനുണ്ട്, പ്രിയപ്പെട്ടവരെ CV ജോസുണ്ട്, നിരവധിയായ സഖാക്കളുണ്ട്. നമുക്കറിയാം, ഒരു മാസം മുമ്പാണ് 21
49 കൊല്ലവും 10 മാസവും 3 ദിവസവും സുഷുമ്ന നാഡി തകർന്ന് ചലനമറ്റ് പ്രിയപ്പെട്ടവരെ ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ച് മരണത്തിനു കീഴ്പ്പെടാതെ ലോകത്താകെയുള്ള പോരാളികളുടെ ഹൃദയത്തിൽ ഒരു സൂര്യശോഭ പോലെ ജ്വലിച്ചു നിന്നൊരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ചൊക്ലിയിൽ മേനപ്പുറത്ത് പുഷ്പലിങ്ങനെ മറന്നു കിടക്കുമ്പോ ഏട്ടന്റെ മകൻ നിവർത്തിപ്പിടിച്ച ദേശാഭിമാനിയിൽ നിന്ന് ലോകം കണ്ടൊരു മനുഷ്യൻ സ്വന്തവും ഈ നാട്ടിലെ സഖാക്കളും കരുതലും കരുത്തും നൽകുമ്പോ അതിൽ താരാതെ നിന്നൊരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, 3 പതിറ്റാണ്ട് കാലം ഇങ്ങനെ കടന്നപ്പോഴും ഒരു നോക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു ജനകീയ പോരാട്ടത്തെ തള്ളിപ്പറയാത്ത വിധം പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തുമായി ഈ നാട് അമ്പരിപ്പിച്ചൊരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി കൂത്തുപറമ്പിലെ 6ാമത് രക്തസാക്ഷിയായി ഈ നാട്ടിൽ അടയാളപ്പെടുത്തി അഭിമാനത്തോടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ കഴിയും, 3 പതിറ്റാണ്ട് കാലം മരണത്തെ വെല്ലുവിളിച്ച സഖാവ് പുഷ്പനേക്കാൾ, പ്രിയപ്പെട്ടവരെ, ഒരു വീൽ ചെയറിൽ ഈ ലോകം കണ്ട സഖാവ് സൈമൺ പുഷ്പനേക്കാൾ, ഞങ്ങളുടെ പോരാളികളെക്കാൾ ഒരു പ്രമാണിയും ഈ പ്രസ്ഥാനത്തിനു മുകളിലില്ല എന്ന് പറയാൻ കെൽപ്പുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കരുത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഈ പ്രസ്ഥാനം അങ്ങനെ മുന്നോട്ട് പോകും. കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ സംഭാവന എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് നമുക്ക് പറയാനാകും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ വരാന്തയിലേക്ക് വിളിച്ച് മറ്റൊരു കുട്ടിയെ വിളിച്ച് ഇവൻ മാപ്പിളയാണ്, ഇവന്റെ മുഖത്തടിക്കണമെന്നൊരു മനുഷ്യനും ഈ കേരളത്തിൽ നാവ് പൊങ്ങാതിരിക്കാനുള്ള കാരണം സുഡാപ്പിക്കാരന്റെ കരുത്തുകൊണ്ടല്ല, സഖാവി എംഎസിന്റെ അരിവാളും ചുറ്റികയും ആരോഗ്യം ചെയ്ത ഈ ചെങ്കൊടിയുടെ കരുത്തിലാണ് എന്ന് ഞങ്ങൾക്ക് പറയാനാകും. ഞങ്ങൾക്കത് പറയാനാകും. പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ 7ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി ദാഹിച്ച വെള്ളം കുടിച്ചതിന് അധ്യാപകൻ തല്ലിക്കൊന്ന നാടാണ് ഈ ഇന്ത്യ രാജ്യം എന്ന് നമ്മൾ അറിയണം. ഒരു മാസം മുമ്പാണ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, കഴുത്തറുത്ത് നരബലി നടത്തിയത് ഈ ഇന്ത്യയിലെന്ന് നമ്മൾ അറിയണം. അതിനൊന്നും ആകാത്ത വിധം ഈ കേരളം മുന്നോട്ട് പോയത് ഇടതുപക്ഷത്തിന്റെ കരുത്തിലാണ്. നോമ്പെടുക്കുന്ന മുസൽമാന്റെ വായിലേക്ക് ഒരു അരച്ചപ്പാത്തി തിരുകാൻ RSSന്റെ കാവിക്കോണകക്കാർക്ക് കഴിയാതിരിക്കുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ കരുത്തുകൊണ്ടാണ്. ചുമയ കൂടുന്ന ഒരു പള്ളിയിലേക്ക് സംഘപരിവാരം വാളെടുത്തു വരാതിരിക്കുന്നത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, പ്രിയപ്പെട്ടവരെ, സംഘപരിവാരത്തോട് ശരീരം കൊണ്ടെങ്കിൽ ശരീരം കൊണ്ട്, ആശയം കൊണ്ടെങ്കിൽ ആശയം കൊണ്ട് പൊരുതിച്ചത്താലും തോറ്റുകളയില്ല എന്ന് പ്രഖ്യാപിച്ച പ്രസ്ഥാനം ഈ പ്രസ്ഥാനമാണ്. ഇത് ഈ നാടിന്റെ അനുഭവമാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയാണ് ഈ കേരളം മുന്നോട്ട് പോവുക. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം വന്നത് ഈ നാടിന് ഓർമ്മയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ കേരളം ഇടതുപക്ഷ കേരളമായിട്ട് എങ്ങനെ നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം അതാണ്. ഇവിടെ ചോദ്യം ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു കുട്ടികളുടെ പരിപാടിക്ക് പോയി. 100-300 കുട്ടികളുണ്ട്. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രസംഗം ഇഷ്ടമുണ്ടോ? 300 കുട്ടികളിരിക്കുന്നിടത്ത് ഒരു കുട്ടി മാത്രം കൈവക്കി. ഒരു കുട്ടി ഇങ്ങനെ പൊക്കി. അപ്പൊ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ എന്നെ നോക്കി. ഞാൻ പ്രസംഗിക്കാൻ പോയതല്ല, ഞാൻ കുട്ടികളുമായി സംസാരിക്കാൻ പോയതാണ്. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളെ പ്രസംഗം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ അവരാകെ കേട്ട പ്രസംഗം സ്കൂൾ വാർഷികത്തിന്റെ പ്രസംഗമാണ്. കുട്ടികളുടെ ഡാൻസ് കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ അധ്യക്ഷനും 15 പഞ്ചായത്ത് മെമ്പർമാരും മുൻ PTA പ്രസിഡന്റുമാരും മുൻ ഹെഡ് മാസ്റ്റർമാരും എല്ലാവരുടെയും പേര് പറഞ്ഞ് നടത്തുന്ന പ്രസംഗം കേട്ട് കുട്ടികൾക്ക് മരവിച്ചതാണ്. ഞാൻ ചോദിച്ചു, കുട്ടികളോട് പാട്ട് ഇഷ്ടമുണ്ടോ? 300 കുട്ടികൾക്ക് 600 കൈ. അപ്പൊ പറഞ്ഞൊരു പാട്ട് പാടാം, സ്വിച്ച് പോലെ കയ്യിലാണ്. അപ്പൊ ഞാനൊരു കുട്ടീനെ അടുത്ത് വിളിച്ചൊരു കഥ പറയുന്നത്, നിങ്ങൾ എല്ലാവരും കേട്ട കഥയാണ്. ആ കഥ ആമയും മുയലും ഒരുമിച്ച് ഓട്ടപ്പന്തയം വെച്ച കഥയാണ്. ഞാനും ഈ പയ്യനും കൂടി ആ കഥ പറഞ്ഞ് മുഴുവിപ്പിച്ചപ്പോ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എണീറ്റ് നിന്നു. ഒരു ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ചോദ്യം എന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, മാമേ, ഈ ആമേനെയും മുയലിനെയും കൂടി ഒരുമിച്ച് ഓടിച്ച പൊട്ടനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കഥ കേട്ടവരാണ്. നമ്മുടെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടായില്ല. ചോദ്യം ഉണ്ടായാലും നമ്മളത് ചോദിച്ചില്ല. ചോദിക്കാതിരിക്കാനുള്ള കാരണം, ഞാനും നിങ്ങളും ആ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മളോട് ആദ്യം പറഞ്ഞത് കഥയിൽ ചോദ്യമില്ല എന്നാണ്. കഥയിൽ ചോദ്യമില്ല എന്ന് കേട്ടൊരു തലമുറയിൽ നിന്ന് മാറിയിട്ട്
ഏത് ചോദ്യവും ഉൾക്കിടലമില്ലാതെ കാലിന്റെ മുട്ട് പറക്കാതെ ചോദിക്കാനാകും എന്ന് തെളിയിച്ച നാടായി നാട്. സർവജന സ്കൂളിൽ പാമ്പ് കടിയേറ്റ ഒരു കുട്ടി മരിച്ചതിന് മറന്നിട്ടുണ്ടാവില്ല. ഞാനത് പറയാനല്ല. അന്ന് വയനാട് പ്രധാനമന്ത്രിയാവാൻ വന്ന മറ്റേ ചങ്ങായി കരുവാരമുണ്ട് സ്കൂളില് 3000 കുട്ടികളുള്ള വേദിയില് സയൻസ് ലാബ് ഉദ്ഘാടനത്തിൽ വന്നപ്പോ ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇയാൾ വിചാരിച്ചത് അമേഠിയാണ്. ഇത് കേരളമാണ്, നോർമല്ല. അവിടെ തലയിൽ തട്ടമിട്ട ഒരു പെൺകുട്ടി, സഫ മാർവ എന്നു പേരുള്ള ഒരു പെൺകുട്ടി, +2 കാരി, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സാധാരണക്കാരന്റെ സ്കൂൾ പഠിച്ച ഒരു കുട്ടി എണീറ്റ് നിന്നൊരു നിൽപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നിൽപ്പിലാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷം അടയാളപ്പെടുത്തിയത്. അപ്പോ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്നാണ് എന്നൊരു ചോദ്യം ഉത്തർപ്രദേശിൽ വന്നപ്പോ ജനുവരി 30 എഴുതിയിട്ട് ഒരു മാർക്ക് വാങ്ങി വീട്ടിലേക്ക് പോയ കുട്ടികൾ ഈ നാട്ടിലുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഈ കേരളത്തിന്റെ കരുത്തെന്താണ് എന്ന് നമ്മൾ അറിയുക. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ എവിടെയെങ്കിലും അക്ഷരത്തെറ്റുകൊണ്ടോ അച്ചടിപ്പിച്ചതുകൊണ്ടോ ഗാന്ധിജി ആത്മഹത്യ ചെയ്തതെന്ന് എന്നൊരു ചോദ്യം വന്നാൽ ഈ കേരളത്തിലെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ കലാലയങ്ങളിലും എല്ലാ ക്ലാസ് മുറികളിലും 10,000-കണക്കിന് കുട്ടികൾ ഇടതുകൈയിൽ ഈ ചോദ്യപേപ്പർ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അധ്യാപകർ വിളിക്കും, ടീച്ചറെ ഈ ചോദ്യപേപ്പറിൽ ഒരു തെറ്റുണ്ട്, മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതല്ല, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതാണ് എന്ന് പറയുന്ന 10,000-കണക്കിന് കുട്ടികളും അവരെ പെറ്റ നല്ല വയറുമുള്ള നാടാണ് ഈ കേരളമെന്ന് ഇവരെ നമുക്ക് ബോധ്യപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കേരളത്തിന് തകർന്നു നിൽക്കാനാവില്ല. ഈ കേരളത്തിന് ഇനിയും മുന്നോട്ട് പോകണം. അതിന് ഈ നാടിനെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഇത് കയ്യൂരിന്റെ നാടാണ്. ഇത് കൈവള്ളൂരിന്റെ പുന്നപ്പറയുടെ, വയലാറിന്റെ തില്ലങ്കേരിയുടെ, പാടിക്കുന്നിന്റെ, കൂത്തുപറമ്പിന്റെ, ഒഞ്ചിയത്തിന്റെ നാടാണ്. പ്രിയപ്പെട്ടവരെ, ജന്മിനാട് വാഴിത്വം കൊടികുത്തിയാണ കാലത്ത് പട്ടിണി കിടക്കുന്ന മനുഷ്യനെ നെല്ലെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചപ്പോഴാണ് ഒഞ്ചിയം ഉണ്ടായത്. പാർട്ടി തീരുമാനിച്ചു, ജന്മിമാരുടെ പഠിപ്പുരകൾ അടിച്ചു പൊളിക്കണം, അകത്തു കിടക്കണം, നെല്ലെടുക്കണം, പട്ടിണി കിടക്കുന്നവന് കൊടുക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പഠിപ്പുരകൾ അടിച്ചു പൊളിച്ച് 10,000 കുത്തി തുറന്ന് നെല്ലെടുത്ത് പട്ടിണി കിടക്കുന്നവന് കൊടുത്ത സമരത്തിനിടയിൽ ഒഞ്ചിയത്ത് പോലീസ് ക്യാമ്പ് ഒരുക്കി. ഒളിവിൽ പോയ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും പോലീസുകാരൻ ആക്രമിക്കാൻ വന്നപ്പോ പ്രിയപ്പെട്ടവരെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആത്മധൈര്യം കൈവിടാതെ അരയിലൊരു ചെങ്കൊടി തിരികി ഒഞ്ചിയത്തെ പോലീസ് ക്യാമ്പിലേക്ക് നിർഭയനായി ചെന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. അയാൾ ആ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്? സഖാക്കളെയും കുട്ടികളെയും വെറുതെ വിടുക, അറസ്റ്റ് ചെയ്ത് തുരുതുരാമർദ്ദിച്ച് ബോധമറ്റ് വീണ് ബോധം തിരിച്ചു കിട്ടുമ്പോ ഒഞ്ചിയത്തെ ലോക്കപ്പ് മുറിയിൽ തന്റെയും സഖാക്കളുടെയും ശരീരത്തിൽ നിന്ന് ചിതറിത്തെറിച്ച് പരന്നിറങ്ങിയ ആ ചുടുചോലയിൽ വലത് കൈമുക്കി ലോകത്താകെയുള്ള തൊഴിലാളി വർഗത്തിന്റെ മോചന പോരാട്ടത്തിന്റെ അടയാളം അരിവാളും ചുറ്റുകയും പ്രിയപ്പെട്ടവരെ, ആ ലോക്കപ്പ് ഭിത്തിയിൽ വരച്ചുപോയ മണ്ടോളിക്കണ്ണന്റെ പ്രസ്ഥാനത്തിന് ചാരക്കുറിപ്പെടുത്താൻ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു വലതുപക്ഷവും ഒരു വർഗീയതയും ഈ കേരളത്തിലില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഈ കേരളം ആധുനിക കേരളമായി മാറാൻ വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം ഈ കേരളത്തിൽ ആലപ്പുഴയിൽ മാലാരണ്യത്തിൽ 1969 ഡിസംബർ മാസം അവസാനം നടന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഇതായിരുന്നു: 14 ജില്ലകളിൽ നിന്നായി തടിച്ചുകൂടിയ 10,000-ങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിൽ നിന്നൊരു മനുഷ്യൻ പ്രഖ്യാപിച്ചു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടാലുമില്ലെങ്കിലും 1970 ജനുവരി 1 എന്നൊരു ദിവസമുണ്ടെങ്കിൽ നടപ്പിലാക്കിയതായി ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം കേട്ട് അങ്ങ് വടക്ക് പാച്ചേരി കുഞ്ഞിരാമനും കേളുവെട്ടനും കാലനും സഖാവ് സൈതാലിക്കുട്ടിയും ഇമ്പിച്ചി ബാബയും പാലടൻ മുഹമ്മദ് കുട്ടിയും ആലത്തൂരാർക്കയും കുഞ്ഞിരാമൻ മാഷും വാമനൻ നമ്പൂതിരിയും മാമക്കുട്ടിയും പി.കെ. ചന്ദ്രാനന്ദനും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തെക്ക് വടക്ക് മിച്ചഭൂമിയിൽ പ്രവേശിച്ച് ചെങ്കൊടി നാട്ടി കുളിരി കെട്ടി ഇത് ഭൂരഹിതന്റെ മണ്ണാണ് എന്ന് പ്രഖ്യാപിച്ച സമരത്തിന്റെ മുൻനിരയിൽ ഇവിടെ മുടവൻ മുകൾ കൊട്ടാരത്തിന്റെ മതിൽ കെട്ടി ചാടിക്കിടന്ന് ചെങ്കൊടി നാട്ടി സമരം നടത്തി പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോ ഞാനല്ല നിങ്ങളാണ് നിയമം ലംഘിച്ചത് എന്ന് പ്രഖ്യാപിച്ച് വക്കീലില്ലാതെ കേസ് ബാധിച്ച് കേസ് ജയിച്ച് പ്രിയപ്പെട്ടവരെ പഞ്ചാബിലെ ഗോതമ്പ് കർഷകൻ
വിപ്ലവത്തിന്റെ മുന്നണി പോരാളി, അടിയന്തരാവസ്ഥാനന്തരം ഇന്ത്യൻ പാർലമെന്റിൽ ചെന്ന് ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗം നടത്തി തിരിച്ചു പോന്ന് പിൽക്കാല ചരിത്രത്തിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സഖാവ് എ.കെ.ജിയുടെ കരുത്താണ് ഈ കേരളമെന്ന് നമുക്ക് പ്രഖ്യാപിക്കണം. കോഴിക്കോടിന്റെ മണലാരണ്യത്തിൽ വെള്ളക്കാരന്റെ ബൂട്ടിട്ട് ചവിട്ടുമ്പോ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് പ്രഖ്യാപിച്ചു പോയൊരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയിലെ കണർകാട് മുഖമ്മയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിൽ പാമ്പിന്റെ കടിയെത്തി കണ്ണിൽ ഇരുട്ട് കയറി താരിത മരിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോ താൻ എഴുതിയ ലേഖനത്തിന്റെ താഴെ ചൂണ്ടാണികളിൽ ഈ മുറിത്തലപ്പിൽ മുക്കി സഖാക്കളെ മുന്നോട്ട് എന്ന് കുറിച്ചുപോയി. പിൽക്കാല ചരിത്രത്തിൽ സഖാവ് എന്ന മൂന്നക്ഷരം കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സഖാവ് കൃഷ്ണപിള്ളയുടെ കരുത്താണ് ഈ കേരളമെന്ന് ഈ നാടിന് പ്രഖ്യാപിക്കാനാകണം. ജീവിതാവസാനം ഈ അനന്തപുരിയിൽ നിന്ന് പയ്യാമ്പലത്തേക്ക് നാടിന്റെ രാജവീതിയിൽ നെഞ്ചത്തൊരു ദേശാഭിമാനി പത്രം മാത്രം വെച്ച് കടന്നുപോയ ലോകമുള്ള കാലം നാട്ടുനന്മയുടെ നറുചിരിയായി മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. പ്രിയപ്പെട്ടവരെ, സഖാവ് നായനാരുടെ നന്മയാണ് ഈ കേരളമെന്ന് നമുക്ക് പ്രഖ്യാപിക്കണം. അതുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവരുണ്ട്, ഒരുപാട് സഖാക്കളുണ്ട്. പഞ്ചായത്ത് മെമ്പർ ആകാമെന്ന് ആഗ്രഹിക്കാത്തവർ, ബാങ്കിന്റെ പ്രസിഡന്റ് ആകാമെന്ന് ആഗ്രഹിക്കാൻ കഴിവില്ലാത്തവർ, ഇതുപോലെ ഈ പാർട്ടി വളരുമെന്നും ഈ പാർട്ടി വളരുമ്പോൾ ഈ നാടിന് താങ്ങാകുമെന്നും മാത്രം ചിന്തിച്ചവർ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തേതുപോലെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തവർ, നാടിന്റെ നാട്ടിടവഴികളിൽ ജീവിച്ചു പോയവർ, ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ഇടപെട്ടവർ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ മധ്യസ്ഥം പറഞ്ഞവർ, രണ്ട് വീട്ടുകാർ തമ്മിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അവിടെ ഇടയിൽ നിന്ന് സംസാരിച്ചവർ, നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് പുതിയൊരു റോഡ് വെട്ടാൻ 2 അടി സ്ഥലം വേണം എന്ന് വരുമ്പോ എല്ലാവരെയും കൂട്ടി അത് സംസാരിക്കാൻ പോയവർ, പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വരുമ്പോ ആളോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നവർ, മക്കൾക്ക് കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് പറയുമ്പോ രക്ഷിതാക്കളുടെ കൂടെ സങ്കോചമില്ലാതെ അവരോടൊപ്പം ചെന്നവർ, മകൾക്കൊരു കല്യാണാലോചന വരുമ്പോ ചെറുക്കന്റെ വീട് പോയി നോക്കാൻ രക്ഷിതാക്കളോടൊപ്പം ചെന്നവർ. ഇങ്ങനെ ഒരു കാലമുണ്ട് ഈ പ്രസ്ഥാനത്തിന്. വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇല്ലാത്ത കാലത്ത്, ലൈക്കും ഷെയറും ഇല്ലാത്ത കാലത്ത് സാധാരണക്കാരന്റെ നെഞ്ചിലേക്ക് പടർന്നു കയറിയ പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്തെ മാറ്റിയവർ പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ ഒത്തുകൂടുമ്പോ ഒരു ചെങ്കൊടി നാട്ടാൻ, പ്രിയപ്പെട്ടവരെ, കമ്പ് വെട്ടാൻ കാട്ടിലേക്ക് പോയവർ, ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ എഴുതി തയ്യാറാക്കിയ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ബാക്കി വന്ന മൈദ ഉടുമുണ്ടിൽ തുടച്ചു നിന്നവർ, ഒരു കാലി ചായ കുടിക്കാൻ പോലും കഴിവതില്ലാത്ത കാലത്തും മുണ്ട് മുറുക്കി ഉടുത്ത് ഈ നാടിന്റെ ഇടവഴികളിൽ തെരുവിൽ പതിതപക്ഷത്തിനു വേണ്ടി പടമയിക്കാൻ ഇൻകുലാബൻ നാർത്തു വിളിച്ചവർ, പ്രിയപ്പെട്ടവരെ, അവരാണ് പൂർവ്വസൂരികൾ. അവർ നിന്നിടത്താണ് ഈ പ്രസ്ഥാനം വേരാഴ്ത്തി നിന്നവർ, ഈ നാടിന്റെ പശിമ വലിച്ചത്. ഇതൊരു വടവൃക്ഷമായി നാടിന് തണലായി ഇങ്ങനെ ഈ നാട്ടിൽ നിന്ന് നിൽക്കുന്നത്. ഇതിന്റെ പൂക്കൾ കൊഴിയും, ഇതിന്റെ ഇല കൊഴിയും, ഇതിന്റെ കായ്കനികൾ വീണ്ടും ഈ മണ്ണിൽ വരും, ഇത് വീണ്ടും മുളയ്ക്കും, ഇത് ചെടിയാകും, ഇത് വൻമരമാകും. ഈ നാടിന് തണലായി ഇനിയും ഈ ലോകമുള്ള കാലം ഈ പ്രസ്ഥാനം നിൽക്കും. ഉള്ളവനും ഇല്ലാത്തവനുമുള്ള കാലം, പട്ടിണി കിടക്കുന്നവനും പട്ടിണി ഇല്ലാത്തവനുമുള്ള കാലം, വിശക്കുന്നവനും വിശപ്പില്ലാത്തവനുമുള്ള കാലം, തൊഴിലുള്ളവനും തൊഴിലില്ലാത്തവനുമുള്ള കാലം. പ്രിയപ്പെട്ടവരെ, നിഷ്പക്ഷമായ ഒരു പക്ഷമില്ല, അത് കാപട്യമാണെന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ കാലത്ത് സ്ഥിരം പ്രതിപക്ഷമാകലാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ കടമയെന്ന് കാറൽ മാർക്സിന്റെ മഹത്തായ വചനം ഇടനെഞ്ചിലേറ്റു വാങ്ങാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളിൽ ഈ നാടിന്റെ തെരുവിൽ ഇരമ്പി പറയുന്ന പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളിൽ ഉയർന്നു പാറേണ്ട പതാകയുണ്ട്. ആ പതാക നമ്മുടെ പൂർവ്വസൂരികളുടെ പതാകയാണ്. ആ പതാക എന്റെ പതാകയാണ്. ആ പതാക നിങ്ങളുടെ പതാകയാണ്. ആ പതാക നമ്മുടെ പതാകയാണ്. കയ്യൂരിന്റെ, കരിവള്ളൂരിന്റെ, പുന്നപ്പറയുടെ, വയലാറിന്റെ രണധീരന്മാരുടെ പതാകയാണ്. തീതുപ്പിയ തോക്കിന് മുന്നിൽ വാരിക്കുന്തങ്ങളുമായി വയലാറിന്റെ മണ്ണിനെ ചൂപ്പിച്ച പോരാളികളുടെ ഹൃദയരക്തം കൊണ്ട് ചോരച്ചുവപ്പിന്റെ നിറമാർന്ന രക്തപതാക കട്ടാക്കടയിൽ, അരുവിക്കരയിൽ, അനന്തപുരിയുടെ തെരുവോരങ്ങളിൽ വരും ദിവസങ്ങളിൽ ചേർച്ച പോരാട്ടങ്ങളുടെ വിജയ പതാകകളായി ഉയരങ്ങളിൽ പാലിക്കാം. രക്തസാക്ഷികളുടെ ഓർമ്മകളെ ഹൃദയത്തിലേക്ക് വാങ്ങാൻ കാട്ടാക്കടയുടെ കമ്മ്യൂണിസ്റ്റ് കരുത്തിന് ഊക്കുപകരുന്ന സായാഹ്നമായി ഈ ദിനം മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് സഖാക്കളെ, ഇവിടെ വരാൻ കഴിഞ്ഞത്, നിങ്ങളെ കാണാൻ കഴിഞ്ഞത്
സലാം.